നമ്മളെങ്ങനെ സമർപ്പിച്ചാലും ഹല്ലേലൂയ, ആരാധനയ്ക്ക് എല്ലാവരും ഒരു നിമിഷം ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ എന്നും കരുതയിൽ വഹിച്ചവരെ ചേർന്നവേ അല്പസമയം നമുക്ക് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതയെ കണമോർത്തിടുമ്പോൾ ഒരു നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. വിശ്വാസത്തോടെ ചേർന്ന് നിങ്ങളായിട്ട് നിരപ്പെടുത്തൽ എന്തുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ.
പ്രതികൂലങ്ങളും പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പാട്ടുകാരൻ പറയുന്നു, അസാധ്യമായ ഒന്നുമില്ല. ഹല്ലേലൂയ. നമുക്ക് സാധ്യമാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ആത്മീയ ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി വന്ന വഴികൾ ഓർത്താൽ ദൈവത്തെ എങ്ങനെ നമ്മൾ നന്ദി പറയാതിരിക്കും? അതുപോലെ തന്നെ ഈ ലോകത്തെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒന്നും നമുക്ക് പേടിക്കാനില്ല, അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. കാരണം മധ്യാകാശത്തിങ്കിൽ മകൾ ദിനത്തിൽ നമ്മൾ കർത്താവിനോടൊപ്പം പോകുമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഗാനങ്ങൾ ആലപിച്ച ഷൈപാഷൻ കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ആദ്യം നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയുടെ സകല പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അതുപോലെ തന്നെ ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേർനിരയിലായിരിക്കുന്ന നമ്മുടെ ഫൗണ്ടർ ചെയർമാൻ തോമസ് ചെറിയാനെങ്കിലും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകം ന്യൂയോർക്കിന്റെ പ്രദേശത്ത് വളരെയധികം മഞ്ഞിന്റെ അവസ്ഥയുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ നേർനിരയിലായിരിക്കുന്ന വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, കോർഡിനേറ്റർമാര്, മറ്റ് ഒഫീഷ്യൽസ് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. മിനിസ്ട്രി നടക്കുന്ന സകല പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബീന സിസ്റ്റർ ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. സിസ്റ്റർ ബീന കേജ്. ബീന സിസ്റ്റർ ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും.
സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവേ ഈ സമയം അടിയങ്ങൾക്ക് ദാനമായി നൽകിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അടിയങ്ങൾ 1-2 പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞങ്ങളുടെ മധ്യ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം നൽകിയ നാഥ, അടിയങ്ങളോട് കൂടെ ഉണ്ട്. അടിയങ്ങളുടെ മധ്യത്തിൽ നീ നിലകൊള്ളുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എത്രയോ അനേകായിരങ്ങൾ നന്മയെ ലഭിക്കാതെ വണ്ണം കർത്താവേ, ഈ സമയത്തെ കാണാതെ വണ്ണം ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞപ്പോഴും പൊന്നുനാഥ, അടിയങ്ങൾ ഏവരെയും കർത്താവെ ഒരു ഗ്രൂപ്പിൽ കർത്താവെ ഒരേ സ്ഥലത്ത് കർത്താവെ നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അടിയങ്ങളെ സൂക്ഷിച്ചു വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഈ സമയം പ്രിയപ്പെട്ട കർത്താവെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പ് ചെയർപേഴ്സൺ തോമസ് അങ്കിളിനെയും കുടുംബത്തെയും പ്രത്യേകമായി നിന്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. കർത്താവെ അവിടെ പലവിധമായ ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവെ മഞ്ഞിന്റെ വീഴ്ചകളും കർത്താവെ ഹല്ലേലൂയ പൊല്യൂഷന്റെ പ്രവർത്തനങ്ങളും കർത്താവെ മുന്നമേ കാണുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അപ്പ. ഏത് സമയത്തും കർത്താവെ നീ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തനാണ് നാഥ അപ്പ. ഹല്ലേലൂയ. വാക്ക് മാറാത്തവനായ യേശു അപ്പച്ച, നീ അടികളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കുടുംബത്തെ പൂർണ്ണമായി നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അപ്പ. ഹല്ലേലൂയ. നീ സമയം കർത്താവെ നീ ഒന്ന് കടന്നു ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു അപകട വാഴ്ച കർത്താവെ, യാതൊരു ദുഃഖം പ്രയാസവും കടന്നു വരാതെ വണ്ണം കർത്താവെ നീ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചെയ്യുന്ന മേഖലകളിലെല്ലാം കൂടെ ഇരിക്കണമേ അപ്പ. ഹല്ലേലൂയ. കർത്താവെ അവരുടെ ഫൗണ്ടർ കർത്താവെ അതിന്റെ ഹല്ലേലൂയ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവെ നീ കൂടെ ഇരിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ സമയത്തും കർത്താവെ നിന്റെ ഒക്കെ സാന്നിധ്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. ഹല്ലേലൂയ. ഈ ട്രിനിറ്റി കുടുംബത്തിലുള്ള കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും പേര് പേരാ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന ഇവാഞ്ചലിക്കൽ പാസ്റ്റേഴ്സിനെ, ദൈവദാസി ദാസന്മാരെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ കർത്താവെ ഇനി സമയം നിന്റെ ആത്മീയ ചൈതന്യത്താൽ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ നീ സമയമെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയങ്ങൾ വെറുതെ കടന്നു വരുവാൻ അല്ല നാഥ, നിന്റെ സ്വരത്തെ ശ്രവിക്കുവാൻ, നിന്നിലൂടെ വളരുവാൻ, അനേകായിരങ്ങൾക്ക് അടിയങ്ങൾ ഒരു മാതൃകയെ തീരുവാന്റെ കൊണ്ടം കർത്താവെ ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ അടിയങ്ങൾ കടന്നു വന്നത് അടിയങ്ങൾ ലാഭമായെന്ന് കർത്താവെ സാക്ഷീകരിക്കുവാന്റെ കൊണ്ടം കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരെയും നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ വിഷയങ്ങളുടെ മേൽ എന്റെ പൊന്നു കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ സമയം കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു അപ്പച്ചടിയുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമറിയിക്കുന്ന കൃപയാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ദേവദാസി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് 1-2 വിഷയങ്ങളോട് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രിയുടെ തുടർന്ന് നടക്കുന്ന ആ മിനിസ്ട്രിയുടെ പ്രയർ സെല്ലുകളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മളിപ്പോൾ ഹൈദരാബാദിൽ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ന്യൂയോർക്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ പ്രയർ മിനിസ്ട്രി ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആ പ്രവർത്തനങ്ങൾ, ചർച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങണം. അതുപോലെ തന്നെ അടുത്ത് സങ്കീർത്തന പ്രബോധനം അനുഗ്രഹിക്കപ്പെടണം. നല്ല സാക്ഷ്യങ്ങൾ നമ്മൾക്ക് കേൾക്കണം. നല്ല ദൈവവചനം കേൾക്കുവാൻ ഇടയാകണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് സിസ്റ്റർ ആൻസമ്മ തങ്കച്ചൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിനോട് വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവേ, സന്ധ്യാസമയം കർത്താവ് ട്രിനിറ്റി കർത്താവേ മിനിസ്റ്റർ കർത്താവേ സൺഡേ വർഷിപ്പില് കൂടിവരാൻ ദൈവം സഹായിച്ച് ഉറവയ്ക്കായി ദയക്കായി സ്തുതിക്കാൻ മഹത്വപ്പെടുകയും ചെയ്യുന്നു. എന്മനമേ ഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗമേ അവന്റെ വിശ്രാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊക്കെ മാറക്കടന്ന് കർത്താവേ സങ്കീർത്തനം ചെയ്യാൻ കർത്താവ് ഹോവയെ ചേർന്ന് മരുന്നുമായ നന്ദി അറിപ്പാന് പരിശുദ്ധമായി സഹായിക്കുന്ന ഉറവയ്ക്കായി ദയക്കായി സ്തുതിക്കാൻ മഹത്വപ്പെടുകയും ചെയ്യുന്ന കർത്താവ് പ്രത്യേക കർത്താവ് മിനിസ്റ്ററുടെ കർത്താവ് ഫൗണ്ടേഷനെ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്ന കർത്താവിന്റെ വേണ്ട എല്ലാ വിധமான നന്മകളും കൃപകളും കർത്താവ് പരിശുദ്ധ ദൈവം താവെ തുറന്നു വരുന്ന കൃപയ്ക്കായി ദയക്കായി ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ വേലയുടെ വിശാലതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസ്തനായ ദൈവത്തിന് പാതകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയുടെ ദൈവമായിരിക്കാൽ ദൈവത്തെ അധികമായി സ്തുതിക്കാൻ മഹത്വപ്പെടുകയും ചെയ്യുന്ന കർത്താവ്. അതുപോലെ കർത്താവ് കല്ലേനി മിനിസ്ട്രിയുടെ വേലകൾ യൂറോപ്പിൽ ആരംഭിക്കണം, ബാംഗ്ലൂർ ആരംഭിക്കണം കർത്താവ്. കല്ല് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും കർത്താവ് മിനിസ്ട്രിയുടെ വേല സഹായിക്കുമാറാകണം. അതിനുള്ള ദൈവദാസന്മാരെ ഒരുക്കുമാറണം പ്രാർത്ഥിക്കുക. ദൈവമക്കളെ കൂട്ടുന്ന കൃപയ്ക്കായി ദയക്കായി ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുകയും ചെയ്യുന്നു. ജീവിക്കുന്ന ആത്മാക്കളെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാ ശാസ്ത്ര കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും ആരാധിപ്പാനും ഹല്ലേലൂയ. പരിശുദ്ധാത്മാ ദൈവം സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം പ്രാർത്ഥനയിട്ടിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തിനെ കൊടുക്കണം പൊന്നു പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ദേവദാസിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ഒരു ചെറിയ സങ്കീർത്തനം വായിക്കാം. നമുക്ക് സങ്കീർത്തനത്തിന് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട്
പെട്ടെന്ന് ഒരു സങ്കീർത്തനം വായിക്കാം. 134 സങ്കീർത്തനം, 3 വാക്യങ്ങളേ ഉള്ളൂ. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വേദപുസ്തകം എടുക്കുക. അതുപോലെ തന്നെ മൈക്ക് മ്യൂട്ടാക്കിക്കൊണ്ട് എന്റെ കൂടെ വായിക്കുക. സ്തോത്രം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. വായിക്കാം. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈയുയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യായാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സങ്കീർത്തന പാന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം സംസാരിക്കാൻ അടിയനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. കേൾക്കുന്ന നിന്റെ ദൈവജനത്തിന്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മിനിസ്ട്രിയിലായിരിക്കുന്ന മീറ്റിംഗിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാൻ തോമസ് ചെറിയാനങ്കിൾ കുടുംബം, അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി സണ്ണി മത്തായി, ജോയിന്റ് സെക്രട്ടറി ജോസഫ് ചാക്കോ പാസ്റ്റർ, വൈസ് പ്രസിഡന്റ് വിനു ബ്രദറെ, അതുപോലെ മറ്റു കോർഡിനേറ്റേഴ്സുമാരുണ്ട്, സൗത്ത് നോർത്ത് സോൺ ഡയറക്ടർമാരുണ്ട്, മറ്റു ഒഫീഷ്യൽസ്, ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മളിവിടെ വായിച്ച 134 സങ്കീർത്തനമാണ്. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഈ 134 സങ്കീർത്തനത്തിൽ അതിന്റെ ഹെഡിങ്ങിൽ ആരോഹണ ഗീതം എന്ന് മാത്രമേ കാണുവാൻ സാധിക്കുള്ളെങ്കിലും യഹൂദന്മാരുടെ കൂടാര പെരുന്നാളിനോടനുബന്ധിച്ച് എഴുതപ്പെട്ട സങ്കീർത്തനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ആരോഹണ ഗീതം ആലപിക്കുമ്പോഴേക്കും ഭക്തന്മാർ ദൈവാലയത്തിലേക്ക് കൃത്യമായും അവർ ലോകത്തിന്റെ ഏത് ഭാഗത്താണല്ലോ അവർ കൃത്യമായിട്ട് ആ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നിരിക്കുക. അവരവിടെ ഒന്ന് കൂടാരം അടിച്ച് നേരത്തെ തന്നെ താമസിക്കുക. അങ്ങനെയാണ് അതിന്റെ പതിവ്. അവർ കൃത്യമായിട്ട് ഈ പുരോഹിതന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവിടെ എത്തും. പുരോഹിതൻ തനിക്ക് വേണ്ടി നിൽക്കുന്ന ജനത്തിന് വേണ്ടിയൊക്കെ ആയിട്ട് യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇങ്ങനെ നിലകൊള്ളുകയാണ്. അപ്പോൾ ജനങ്ങൾ പുരോഹിതനോടൊപ്പം നിന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു. യഹോവയെ വാഴ്ത്തുവിൻ എന്ന് പുരോഹിതൻ പറയുമ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തി ദൈവജനം ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിന് കാവൽക്കാരുണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന പുരോഹിതന്മാരും ലേവ്യരുമാണ്. പുരോഹിതവർഗമായ ലേവ്യരുമാണ് അതിന്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ സകല ദാസന്മാരും ആരാധനയെ സംബന്ധിച്ചുള്ള ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കും. ആരും അതിനകത്ത് മാറി നിൽക്കത്തില്ല. എല്ലാവരും ഒരുപോലെ ദൈവസേനയിൽ കടന്നു വന്ന് ദൈവത്തെ വാഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുരോഹിതന്മാർ അവരെ സഹായിക്കുന്ന ദൈവാലയ ദാസന്മാരും കാവൽക്കാരും മാത്രമല്ല, നോയമ്പിനും മറ്റുമായി നമസ്കരിക്കുവാനായി അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനവും വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തി യഹോവയെ വാഴ്ത്തുവാൻ ഇവിടെ പുരോഹിതൻ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ, ആലയത്തിന്റെ പരിസരത്ത് താമസിക്കുന്നവരെല്ലാവരും ചേർന്ന് ആലയത്തിൽ കയറാൻ മേലാതെ ആലയത്തിന് വെളിയിൽ നിൽക്കുന്ന ആളുകളും എല്ലാം ജനത്തിന്റെ തിക്കലും തിരക്കലും കൊണ്ട് വെളിയിൽ നിന്ന് ഒരുപോലെ ഒരേ സ്വരത്തിൽ ദൈവത്തെ യഹോവയെ മഹത്വപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം, ആലയത്തിന് ചുറ്റും താമസിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ദൈവവുമായിട്ട് ബന്ധം കാണത്തില്ല. അവർക്ക് പുരോഹിതനുമായിട്ടും ദൈവാലയവുമായിട്ട് ബന്ധം കാണുകയുള്ളൂ. കാരണം ദൈവാലയത്തിലെ ശുശ്രൂഷകളും ചെയ്ത് കസാര ഇട്ട് മേശ ഇട്ട് കൊടുത്തു, പാ വിരിച്ചു കൊടുത്തു, പുരോഹിതന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ അധികം സമയം കിട്ടത്തില്ല. ചിലർക്ക് കിട്ടിയാൽ തന്നെ അവർ ആ സമയത്ത് കസാരയൊക്കെ ആയിട്ട് മറ്റുള്ളവരെ ഇരുത്താനും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. അതുകൊണ്ടാണ് ആലയത്തിന് ചുറ്റുമുള്ള സകല ജനവും കൈകൾ ഉയർത്തി യഹോവയെ വാഴ്ത്തുവാനായിട്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ആകയാൽ വിശുദ്ധന്മാർ എല്ലാവരും എല്ലാ കോപവും വിദ്വേഷവും വിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ വിശുദ്ധ കൈകളെ ഉയർത്തണം. ദൈവത്തെ സ്തുതിക്കുമ്പോഴും നമ്മുടെ കൈകൾ എങ്ങനെയായിരിക്കണം? വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പുറപ്പാട് 13:11 ഇങ്ങനെ പറയുന്നു: ഹല്ലേലൂയ, സ്തോത്രം. അമാലേക്യരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. മോശയുടെ കൈ
താഴുമ്പോൾ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം തോക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ മോശയുടെ കൈ ഉയർത്തി പിടിക്കാൻ വേണ്ടി അഹരോനും ഹൂരും ഇരുവശങ്ങളിൽ നിന്ന് കൈ ഉയർത്തി പിടിച്ച ഇപ്പൊ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയ്ക്കും കൈകൾ ഉയർത്തുന്നതായിട്ട് കാണിക്കുക. അവിടെ ദൈവജനത്തിന്റെ യൂണിറ്റി അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഒരുമയെ കാണിക്കുന്നു. പുരോഹിതനെ മറ്റ് ദൈവജനങ്ങൾ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നു. പുരോഹിതനോട് ഒരുമിച്ച് ദൈവജനം നിന്നെങ്കിൽ മാത്രമേ ആരാധന ശരിയാവുള്ളൂ. ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ആ കൈത്താങ്ങൽ ആവശ്യമാണ്. അപ്പോൾ ദൈവജനം പുരോഹിതന്മാർക്ക് കൈത്താങ്ങൽ കൊടുക്കണമെന്നുകൂടെ ഈ വാക്യത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അനുസരണത്തിന്റെ പ്രവൃത്തിയായിട്ട് 119-ാം സങ്കീർത്തനം അതിന്റെ 48-ാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പുരോഹിതൻ ആരാധകരെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ കൊണ്ടിരിക്കുന്ന ആ അവസരമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. സർവ്വലോകങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവ് കൂടെ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത്. യഹോവ നിനക്ക് വലത്ത് ഭാഗത്ത് തണലെന്നാണ് പറയുന്നത്. അപ്പോൾ യഹോവ നിന്റെ കൂടെ ഇരിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഇങ്ങനെ ഈ ആശ്വാസ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവജനം സന്തോഷം കൊണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ആ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി പുരോഹിതന്മാരും ദൈവജനത്തിൽ നിന്ന് തിരിച്ചാഗ്രഹിക്കുന്നുണ്ട്. ദൈവജനം പുരോഹിതന്മാരെ ഇതുപോലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കേൾക്കുവാൻ വേണ്ടി, അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുന്നത് കേൾക്കുവാൻ വേണ്ടി പുരോഹിതന്മാരും ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും പുരോഹിതന്മാർ അനുഗ്രഹത്തിന്റെ വാക്കുകളല്ല കേൾക്കുന്നു എന്നുള്ള ഒരു സത്യം നിലനിൽക്കെ തന്നെ ദൈവദാസന്മാരും ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആരോടാണേലും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് പറയുമ്പോൾ ആ കേൾക്കുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 3 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനം ഹല്ലേലൂയ എത്ര ആശ്വാസവും എത്ര ആനന്ദവും എത്ര ഉത്തേജനവുമാണ് ദൈവജനത്തിന് നൽകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഹല്ലേലൂയ പറയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും രക്ഷയ്ക്കും വേണ്ടി കൈകൾ ഉയർത്തുവാൻ നമ്മൾ ഇപ്പോഴേ സന്നദ്ധരാകുക. എപ്പോഴും കരങ്ങളെ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. കാരണം ആ സ്വർഗീയ സിയോനിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് 24 മണിക്കൂറും ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. എപ്പോഴും കരങ്ങൾ ഉയർത്തി സ്തുതിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. കിട്ടുന്ന അവസരങ്ങളെല്ലാം കരങ്ങൾ ഉയർത്തി നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാശബ്ദം പോലെ കേട്ടത്, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പുരുഷാരത്തിന്റെ മഹാഘോഷം ആ സ്വർഗീയ സിയോനിൽ കേൾക്കുന്നത് രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. തുടർന്ന് നമുക്ക് സാക്ഷ്യങ്ങൾക്കുള്ള അവസരമാണ്. ദൈവജനങ്ങൾ ഓരോരുത്തരായിട്ട് സാക്ഷ്യങ്ങളെ പ്രസ്താവിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കാലം എന്നെ എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും അമ്മയൊക്കെ ദൈവം കാത്തു പരിപാലിച്ചു. ശാരീരികമായ ക്ലേശങ്ങള് പനിയാലൊക്കെ വളരെയധികം ഭാരപ്പെട്ടു കഴിഞ്ഞ ആഴ്ചയൊക്കെ. എന്നാൽ ദൈവം വിടുതൽ തന്നുകൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മ കണ്ണിന് അസുഖത്താൽ ഭാരപ്പെടുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ ഇവിടെ സ്നോ ഐസൊക്കെ പെയ്ത് വെളിയിൽ കിടക്കുന്നു. വളരെ ഭാരപ്പെട്ടാണ് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നതും. വലിയ പ്രയാസമാണ്. അത് ഓർത്ത് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. മോനൊക്കെ ജോലിക്ക് പോയിരിക്കുന്നു, പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാം. ദൈവത്തിന്റെ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി പ്രൈം മിനിസ്റ്ററുടെ സൺഡേ വർഷിപ്പിലെ ഒരു സാക്ഷ്യം ദൈവം സഹായിച്ചു ചെയ്യുന്നു. ദൈവം കാത്തൂര ജീവിതങ്ങളെ ഇന്ന് രാത്രിയാമത്തെ വന്ന് കോമരിച്ചാണ് സഹായിക്കുന്ന ഉറപ്പയ്ക്കായി സ്തുതിക്കുന്നു. പാൽക്കാലം ദൈവത്തിന് തിരുസാന്നിന് കൂടി ഉറപ്പയ്ക്കായി സ്തുതിക്കുന്ന സമയം കർത്താവിന് വിപാതി കടന്നുവന്ന് ഒരു പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ശരീരത്തെ അധികമാണ് ഒരു അസ്വസ്ഥയായ ശരീരത്തെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു.
ശേഷമായിട്ട് ഹോസ്പിറ്റലിൽ കടന്നുപോയി, ഡോക്ടേഴ്സ് അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ച് മരുന്നിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചാൽ എൻ്റെ വെയിറ്റ് എനിക്കൊരു 83 ഉണ്ടായിരുന്നു. അതിൻ്റെതായിരിക്കും വെരിക്കോസ് വെയിൻ കാലം ഉണ്ടായി. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയുർവേദമാണ് എടുക്കുന്നത്. അത് എടുത്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥ പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വിഷയങ്ങളെല്ലാം ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. അതുപോലെ കുടുംബമായിട്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച് മുന്നേറണം. പതിനങ്ങളുടെ ഭാവിക്ക് വേണ്ടിയും അതുപോലെ ഞങ്ങൾ ഈ ദേശത്ത് ദൈവനാമത്തെ നിലകൊള്ളുന്നതാണ്. വീഴാതെ വന്ന വിശ്വസ്തനായ ദൈവത്തിനൊപ്പം വിശ്വസ്തയുടെ ദൈവത്തിന്റെ തന്നെ കാണപ്പെടുവാൻ മിനിസ്റ്റർ എല്ലാ പ്രിയപ്പെട്ട പ്രാർത്ഥന ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദിവസം താണിരുന്നു കൊള്ളുന്നു. സാക്ഷ്യം പറയാൻ ആരുമില്ലേ? സമയമുണ്ട് ഇഷ്ടം പോലെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബീന KJ. ഞാൻ ഹൈദരാബാദിൽ നിന്ന് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഫൗണ്ടർ ചെയർപേഴ്സൺ തോമസ് ചെറിയാൻ അങ്കിൾ, അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന സ്റ്റീവൻ പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇവിടെ ഹൈദരാബാദിൽ ഇന്ന് ജോലിയെ സംബന്ധിച്ചത് ഒരു ഇതിലാണ്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്, ക്ഷമിക്കണം. ദൈവത്തിന്റെ കരുണയാൽ കർത്താവിന്റെ കൃപയാൽ നമുക്കിവിടെ പ്രെയർ ഗ്രൂപ്പ്, നമ്മുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടതായ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനയെ ചോദിക്കണേ. പ്രിയപ്പെട്ട സജു തങ്കച്ചനും ബ്രദറും അതുപോലെ ഫാമിലിയും വളരെയധികം ഭാരപ്പെടുന്നു. ഈ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമാണ്. പിന്നെ ജോലിയുടെ പ്രോബ്ലം കൊണ്ടൊക്കെ മാത്രമാണ് കുറച്ച് സമയക്കുറവ്. അപ്പൊ അതിന്റെ പ്രവർത്തനത്തിൽ ഒത്തിരി തടസ്സങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി ഒന്നും വരാതെ വളരെ മുൻപോട്ട് ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരുടെയും പ്രത്യേകിച്ച് തോമസ് ഞങ്ങളുടെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന പ്രത്യേകം ചോദിക്കുന്നു. എനിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഒരു തലവേദനയായിട്ട് കുറച്ച് പ്രോബ്ലം ആയിരുന്നു. പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥനയിലൂടെ എൻ്റെ ആ തലവേദന എനിക്ക് പൂർണ്ണമായി മാറുവാൻ സാധിച്ചു. ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. മെഡിസിൻ ഒക്കെ എടുത്തിട്ടിരിക്കുന്നു. എല്ലാവരുടെയും പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരുന്നുകൊള്ളുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കപ്പെട്ട വിഷയത്തിന് വേണ്ടി, സാക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് മേരിക്കുട്ടി ആന്റി പറഞ്ഞ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പനിയാൽ ഭാരപ്പെട്ടുവെങ്കിലും അല്പം വിടുതൽ ദൈവം കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച പോലെ ന്യൂയോർക്കിന്റെ പ്രദേശത്ത് വളരെ മഞ്ഞിനാൽ ഭാരപ്പെടുന്നു. അതുപോലെ പനിയാൽ ഭാരപ്പെടുന്നവരെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ കുടുംബം ദൈവസന്നിധിയിൽ ശക്തമായി നിലനിൽക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ ജാൻസി ജെയ്സൺ സിസ്റ്റർ പ്രാർത്ഥിക്കും. സിസ്റ്റർ ജാൻസി ജെയ്സൺ. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. പരിശുദ്ധമായ സ്വർഗീയ പിതാവേ, അവിടുത്തെ പാതയുടെ സന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങൾ ഒരുമനപ്പെട്ട് അടുത്ത് വന്നിരിക്കുന്നു. എത്രത്തോളം സമയം അടുത്ത സന്നിധിയിലായിരിക്കാൻ, ആരാധിപ്പാനും പാടാൻ പ്രാർത്ഥിപ്പാനും ഞങ്ങൾ ബലപ്പെടുത്തി കർത്താവ് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. തുറന്ന കർത്താവെ സാക്ഷ്യവാചനോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഇതിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് മേരിക്കുട്ടി എന്നെ പറഞ്ഞ വിഷയത്തെ ദൈവം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് പരിയാലും ശരീരക്ലേശത്തിന്റെ മകൾ ഭാരപ്പെട്ടു. കർത്താവെ മുട്ടിന്റെ വേദനയാലും പുറവേദനയാലും ശരീരമായ അസ്വസ്ഥകളെല്ലാം ആയിരുന്നു. ദൈവം എത്രത്തോളം വിടുതലിന് ആശ്വാസത്തെയും കൊടുത്തു. തുറന്ന കർത്താവെ
പൂർണ്ണമായ സൗഖ്യവും ആശ്വാസവും ആരോഗ്യവും കർത്താവിന് പ്രദാനം ചെയ്യുമാറാണ്. ശരീരമതികൾ ബലപ്പെടുത്തുമാറാകണം. എല്ലാതുമായ ശരീരക്ഷീണങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ച് ആരോഗ്യത്തിന്റെ ബലത്തോടെ സൗഖ്യത്തോടെ ആയിരിക്കാൻ ദൈവത്തിന് മൂലം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതാവെ അമ്മ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. കണ്ണിന്റെ കർത്താവ് സൂത്തലായിരിക്കുന്നല്ലോ. പൂർണ്ണമായ ഒരു സൗഖ്യത്തെ ആശ്വാസത്തെയും കർത്താവിന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവന്റെ അടുപ്പിനോട് നിനക്ക് സൗഖ്യം വന്നിരിക്കുന്ന വാക്തത്വ വചന പ്രകാരം പൂർണ്ണമായ ഒരു സൗഖ്യത്തെ ആശ്വാസത്തെ ആരോഗ്യത്തെയും കൊടുക്കുമാറാകണമേ. ദൈവങ്ങളിൽ നന്നായി പ്രയോജനപ്പെടുത്തുന്ന സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതായി തോമസങ്ങളോട് പ്രാർത്ഥിക്കുന്ന മകനെ അനുഗ്രഹിക്കണം. ദിവസങ്ങളെ കർത്താവ് ജോലി മേഖല ദൈവത്തിന് കൃപ കൂടിയിരിക്കണം. ആരോഗ്യത്തിന്റെ ബലത്തോടെ സൗഖ്യത്തോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ല ദൈവികമായ നന്മകളെ നിറയ്ക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇരുവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ജോലി മേഖല ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണം. കർത്താവ് ഭരിക്കുന്ന സ്ഥലത്ത് എല്ലാം ദൈവത്തിന്റെ പരിപാടികളിലായിരിക്കാൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് അവിടെ കർത്താവ് മഞ്ഞ് വീഴ്ചയാലും കർത്താവ് വളരെയധികം തണുപ്പിന്റെ അസ്വസ്ഥയാലും കർത്താവ് വളരെയധികം ഭാരപ്പെടുന്നല്ലോ. കർത്താവ് കുഞ്ഞുങ്ങളെ രക്തവെളുപ്പിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാണ്. യാതൊരു ശാരീരിക രോഗങ്ങളോ പ്രയാസങ്ങളോ നൽകാതോണം ദൈവത്തിന്റെ പരിപാടികളിലായിരിക്കാൻ തുടർന്ന് സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ദിവസങ്ങളെ പകർന്ന് അനുഗ്രഹിക്കുകയും ജ്യോത്സമായി വഴി നടത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിന് ക്ഷീണത്തിലും വിടുവിച്ചുകൊണ്ട് ആരോഗ്യത്തെ ബലത്തെ പ്രദാനം ചെയ്ത് അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരുതലിനെ സൂക്ഷിപ്പിനോർത്ത് സ്തോത്രം. അവിടുത്തെ പരിപാടികളായിരിക്കാൻ തുടർന്ന് സഹായിച്ച് അനുഗ്രഹിക്കണം. ദൈവങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം. യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി അയക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അമ്മഞ്ഞൊക്കെ മാറി, ഹല്ലേലൂയ, അപ്പനിയുടെ അവസ്ഥയൊക്കെ മാറി പൂർണ്ണ സൗഖ്യത്തോടെ അവനായി തീരട്ടെ. പ്രാർത്ഥിച്ച ദേവദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ആൻസമ സിസ്റ്റർ പറഞ്ഞ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നു, മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയ തങ്കച്ചൻ ബ്രദറിനെ എല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കുടുംബം കഴിയുവാൻ സഹായിക്കണം. ഈ വിഷയങ്ങൾ ഓർത്തുകൊണ്ട് ജോണിക്കുട്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ആൻസമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്തൃദാസിയെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും ക്ലേശങ്ങളും ശരീരത്തിൽ നിന്ന് വിട്ടുമാറി പൂർണ്ണമായി ഭാരമൊഴിഞ്ഞവളായി സമ്പൂർണ്ണ സൗഖ്യം നേടി കർത്താവിന്റെ ജീവിക്കുന്ന സാക്ഷിയായി ആത്മീയ തീഷ്ണതയിൽ വർദ്ധിച്ചു വരുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ മികവാർന്ന മുന്നേറ്റം നയിക്കട്ടെ. ആ കുടുംബം കർത്താവിൽ പ്രസിദ്ധരായി തീരട്ടെ. പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണം. കർത്താവിനായി പ്രയോജനപ്പെടുത്തും. കുഞ്ഞുങ്ങളെ ആശീർവദിക്കും. അവരുടെ ഭാവി മികച്ചതാകും. ദേശത്ത് കർത്താവിന്റെ സാക്ഷികളായി നിന്ന് വർദ്ധിത വീര്യത്തോടെ മുന്നേറുവാനും അവരായിരിക്കുന്ന ദേശം കർത്താവിനാൽ പിടിക്കപ്പെടേണ്ടതിനായും ഇവരെ അഭിഷേകം ചെയ്ത് കർത്താവിനായി പ്രത്യേകം വേർതിരിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ നന്മകൾക്കും ആരോഗ്യത്തിനും എതിരെ നിൽക്കുന്ന എല്ലാ തിന്മകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് അതിന്മേൽ ജയം പ്രാപിക്കുന്നു. അത്ഭുതം ചെയ്യും. മഹത്വം കർത്താവിന് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ട് അപ്പനത്തെ വിടുവിക്കുന്നതിനായി രോഗങ്ങൾ മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച ദേവദാസിനെ എന്തെങ്കിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ബീന സിസ്റ്റർ പറഞ്ഞ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹൈദരാബാദിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആദ്യത്തെ പ്രദേശത്തിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ സാരഥ്യം വഹിക്കുന്നത് ബീന സിസ്റ്റർ, സജു തങ്കച്ചൻ എന്ന ബ്രദറുമാണ്. ധാരാളം ആത്മാക്കൾ അവിടെ കടന്നു വരണം. മനുഷ്യക്ക് അതൊരു വലിയ മുതൽക്കൂട്ടായി തീരണം. അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകണം. അതുപോലെ സിസ്റ്ററിന്റെ ഉപജീവന മാർഗങ്ങൾക്ക് കടന്നു പോകുന്ന വഴികളെല്ലാം അനുഗ്രഹിക്കുമാറാകണം. തലവേദന പൂർണ്ണമായി മാറണം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പാസ്റ്റർ ഇ.പി. മാത്യു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാഥ, ഇപ്പോൾ കർത്താവ് പറഞ്ഞായിരിക്കും സിസ്റ്ററുടെ കർത്താവേ വിഷയത്തിലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൈദരാബാദിന്റെ പ്രദേശത്ത് കർത്താവേ, ഹല്ലേലൂയ നാഥ, പ്രയത്നം ആരംഭിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരുമാറാകണമെന്നല്ല ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. വലിയ അഭിഷേകത്തിന്റെ ശക്തിയോടെ ആത്മനിറവോടുകൂടെ ആയിരിക്കാൻ
എന്റെ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വലിയൊരു അഭിഷേകത്തോടുകൂടെ, ഒരു ആത്മശക്തിയോടെ, ആത്മീകമായ ഒരു ഉണർവോടുകൂടെ നാദാ പ്രേയർസിൽ ആരംഭിക്കുവാൻ സർവ്വബലവനായ ദൈവം സഹായിക്കുമാറാകണമെന്നെല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തേകാൽ തലവേദനയാൽ ഭാരപ്പെടുന്നു കേട്ടുള്ള കർത്താവ്, ആമേൻ. കർത്താവ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും മാറിപ്പോകട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളും മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സകലവും ഞങ്ങൾക്കായി ജീവിതം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മുടെ മിനിസ്ട്രിയുടെ പ്രയർസെല്ലിന്റെ പ്രവർത്തനങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരിയുടെ രോഗങ്ങളെല്ലാം മാറുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥിച്ച മധ്യഭാഷ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ദൈവവചന ശുശ്രൂഷയാണ്. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ സാക്ഷ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൈക്ക് വേദനയാൽ ഭാരപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ആയുർവേദത്തിന്റെ ഓയിലൊക്കെ തേച്ചുകൊണ്ടിരുന്നു. എങ്കിലും ചെറിയ ശമനമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട്ടിലെ കമ്പം എന്ന സ്ഥലത്ത് വ്യാഴാഴ്ച പോകുവാനിടയായി. അവിടെ ചെന്ന് അവരെ മരുന്ന് തന്നു വിട്ടിരിക്കുകയാണ്. 20 ദിവസം കഴിഞ്ഞ് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കൾ ആ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്പമായ സൗഖ്യമുണ്ട്. 2 ദിവസമേ മരുന്ന് പറ്റുള്ളൂ. 1 ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ രോഗങ്ങളെല്ലാം മാറേണ്ടതിനായിട്ട് ഇപ്പോൾ അതിനും ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനും കൂടി വേണ്ടി സജു തങ്കച്ചൻ ബ്രദർ പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. സജു തങ്കച്ചൻ ബ്രദർ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗീതമായ നല്ല സന്ധ്യാവേളയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇത്രത്തോളം പാടുവാനും പ്രാർത്ഥിക്കുവാനും നല്ല സാക്ഷ്യങ്ങളൊക്കെയും കർത്താവ് കേൾപ്പിച്ചല്ലോ. ശുശ്രൂഷ എല്ലാം കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തുടർന്നുള്ള വചന ശുശ്രൂഷയിലേക്ക് ദേവദാസന്മാരെ കർത്താവ് കടക്കുമ്പോൾ ദേവദാസനെ കർത്താവെ അഭിഷേകം ചെയ്ത് കർത്താവ് ഉപയോഗിക്കണമേ. സ്വർഗത്തിന്റെ ദൂത് കർത്താവ് കൊടുക്കണമേ. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വിടുതലിന് കാരണമാക്കി മാറ്റുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പച്ച അങ്ങയുടെ ജീവനുള്ള വചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദാസനെ ബലപ്പെടുത്തണമേ. ശക്തമായി കേൾക്കുന്നവരെല്ലാം ജീവിതത്തിൽ അനുഗ്രഹത്തിന് വലിയ വിടുതലിന് കാരണമാക്കി മാറ്റാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ വിഷയങ്ങളും മുൻകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രമെല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ പൊന്നു പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥിച്ച ബ്രദറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ മിനിസ്ട്രിയുടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ പാസ്റ്റർ ഡേവിഡ്സൺ എബ്രഹാമിനെ ദൈവനാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തു. കർത്താവിന്റെ ധന്യ തിരുനാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന വിശുദ്ധ ആരാധനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ആരാധന നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യനായ ദേവദാസൻ സ്റ്റീഫൻ ജേക്കബ് അവറുകൾ, അതുപോലെ തന്നെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ ഫൗണ്ടേഷന്റെ ചെയർമാനും ഫൗണ്ടറുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ തോമസ് ചെറിയാനങ്ങളും തന്റെ കുടുംബം, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി മെത്തായി അവറുകൾ, അതുപോലെ ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ നമ്മുടെ നടുവിലായിരിക്കുന്ന കർത്താവിൽ ഒരുപ്പെട്ട ദാസൻ ജോസഫ് ടി പാസ്റ്റർ, അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സ് ആയിരിക്കുന്ന കൃതദാസന്മാർ, സഹോദരന്മാർ, മറ്റെല്ലാ ഔദ്യോഗിക ചുമതല വഹിക്കുന്നവർ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയിൽ നമ്മളെ ആരാധനയിലൂടെ അനുഗ്രഹമേറിയ നിലയിലേക്ക് നയിച്ചതായ കർത്താവിന്റെ ഷാജി പാസ്റ്റർ കുടുംബം, അങ്ങനെ എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയിലാണ് നാം എല്ലാവരും കൂടി വരുവാനിടയായി തീർന്നത്. പങ്കാളിത്തം കൊണ്ട് ഇന്ന് ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും ഇത്രയും പേർക്ക് ഈ ആരാധനയിൽ കടന്നു വരുവാൻ കർത്താവ് സാവകാശം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറൽ കൺവെൻഷന്റെ ഒരു സീസണാണ് ഇപ്പോൾ. വിവിധ പ്രസ്ഥാനങ്ങളുടെ ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം മിക്കവരും അതിനോട് ബന്ധപ്പെട്ടായിരിക്കുന്നു. നാളെ മുതൽ ഞങ്ങളുടെയും ജനറൽ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ആകയാൽ നമുക്ക് ഒരുമിച്ച് ഈ ലഭിക്കപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ എത്രയധികമായി സ്നേഹിക്കുന്നു, എത്ര അനുഗ്രഹമായി നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിലും നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. ഞാൻ അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച്
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന പ്രബോധനം കർത്താവിന്റെ ദാസരിലൂടെ നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. വാക്യങ്ങൾ കൊണ്ട് വളരെ ലഘുവെങ്കിലും ആശയം കൊണ്ട് വളരെ അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന ഒരു സങ്കീർത്തനം ഇന്ന് രാത്രി നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ദേവാലയത്തെ കുറിച്ച്, അവിടെ നടക്കുന്ന ആരാധനയെ കുറിച്ച്, അതിൽ നമുക്കുള്ളതായ പങ്കാളിത്തത്തെ കുറിച്ചൊക്കെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസരിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് കേൾക്കുവാനിടയായി. പ്രൈസ് ലോർഡ്. പക്ഷേ മൈക്ക് മ്യൂട്ടാണേ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലേ? കർത്താവ് നമ്മെ ഇന്ന് രാത്രി തുറന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ആരാധനയിൽ നമുക്ക് തുറന്നുള്ള നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു തിരുവചന ഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതായി കണക്കാക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ വിലയേറിയ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി നമ്മൾ അതിനുവേണ്ടി വളരെ പ്രയത്നിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ വിശുദ്ധ ബൈബിളിന്റെ വീക്ഷണത്തിൽ വിലയേറിയതായി കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇന്ന് രാത്രി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം 1-2 പത്രോസിന്റെ ലേഖനങ്ങളാണ്. ഈ 2 ലേഖനങ്ങളിൽ നിന്ന് വിലയേറിയതായി വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് ആദ്യമായിട്ട് നമുക്ക് വായിക്കേണ്ട ഭാഗം 1 പത്രോസ് എഴുതിയ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം ഞാൻ ഇവിടെ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം. അടിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എഴുതിയതായ ഈ ലേഖനം എന്ന് പറയുന്നു. പഠനക്രമം അനുസരിച്ച് നമുക്ക് ആ ലേഖനത്തെ സാർവത്രിക ലേഖനം എന്ന് പറയുന്ന ഒരു പട്ടികയിൽ അതിനെ പെടുത്താൻ കഴിയും. ആകയാൽ സകലർക്കും ഉള്ളതായ ഒരു ലേഖനമായിട്ട്, അല്ലെങ്കിൽ സകല മനുഷ്യർക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ലേഖനമായിട്ട് ഇതിനെ കാണുവാൻ കഴിയുന്നു. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സഭയ്ക്കോ സംബോധന ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് പൊതുവായിട്ട് എല്ലാവർക്കും ഈ ലേഖനം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് ഇത് എഴുതുവാനായിട്ട് ഇടയാകുന്നു. സ്തോത്രം. അതിന്റെ പ്രാരംഭത്തിലെ വാക്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇങ്ങനെയാണ് 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. പത്രോസിന്റെ ജീവചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. പത്രോസിനെ കർത്താവായ യേശുക്രിസ്തു വേർതിരിക്കുന്നതും തന്റെ ശിഷ്യത്വത്തിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ ഒരാളാക്കി പത്രോസിനെ മാറ്റുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. തൊഴിൽ സംബന്ധിച്ച് അദ്ദേഹം ഒരു മുക്കുവനായിരുന്നു എന്ന് വേദവസ്തു നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിന്റെ അപ്പോസ്തോലിക ഗണത്തിൽ പെടുവാനുള്ള ഒരു മഹാഭാഗ്യം പത്രോസിന് ലഭിക്കുവാനായിട്ട് ഇടവന്നു. പല സന്ദർഭങ്ങളിലൊക്കെ പത്രോസിന്റെ ചില വീര്യവും ഊർജവും തൻ്റെതായ ഒരു ഉത്സാഹവും ആവേശമൊക്കെ നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ പലപ്പോഴും വായിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. സാധാരണഗതിയിലേക്ക് ഇങ്ങനെയാണ് പറയുന്നത്, മറ്റാരേക്കാളും ഒരു പടി എപ്പോഴും മുൻപിലാണ് അദ്ദേഹം. ഏത് കാര്യം ചെയ്യുന്നതിനും വളരെ ഉത്സാഹമുള്ളവനായിട്ടാണ് പത്രോസിനെ കാണാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ പത്രോസിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു വലിയ ഒരു ആശയുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, പീഡ അനുഭവിക്കുന്നതായ ദൈവജനത്തിന് വേണ്ടി അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവർക്ക് ചിലത് സമ്മാനിക്കും. അതിനുവേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് ആർജിച്ചെടുത്തതായ ചില അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ലേഖനം എഴുതുമ്പോൾ തന്നെ പരിചയപ്പെടുത്തുന്നത് താന് ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന നിലയിൽ തന്നെയാണ്.
നിശ്ചയമായിട്ടും നമുക്കത് വിശ്വസിക്കാൻ കഴിയും. പത്രോസ് എഴുതിയ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. കാരണം ഒരിക്കലും ഒരു ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല തന്റെ ഈ ലേഖനത്തിൽ ഓരോ വാക്കുകളും പുറത്തു വരുന്നത്, മറിച്ച് ദൈവത്തിൽ നിന്ന് താൻ പ്രാപിച്ച അനുഭവങ്ങളുടെ ആകെ തുകയാണ് തന്റെ ലേഖനത്തിൽ നമുക്ക് തെളിഞ്ഞു കാണുവാൻ കഴിയും. അപ്പോൾ പത്രോസ് ആദ്യമേ ഇവിടെ പ്രസ്താവിക്കുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. അപ്പോൾ ഒന്നാമത്തത് വിലയേറിയതായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നത്, നമ്മെ വിശുദ്ധ ബൈബിൾ പ്രത്യേകിച്ച് ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ പരിശോധന ഏറ്റവും വിലയേറിയതാണ്. സ്തോത്രം. നമുക്കറിയാം, ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡാണ് കാണാൻ കഴിയും, പരിശോധന. ഈ പരിശോധന പലപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് അവരവർക്ക് തന്നെ ഞാനത് വിടുകയാണ്. ഒരു മാതാവിനെ സംബന്ധിച്ച്, ഒരു പിതാവിനെ സംബന്ധിച്ച് തങ്ങളുടെ മക്കൾ അവർ ഉന്നതരായി തീരണം, അവര് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ ഏറ്റവും ഉയർച്ച അവരെ കുറിച്ച് കാംക്ഷിക്കുന്ന ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവിനെ സംബന്ധിച്ച് അവരെപ്പോഴും തങ്ങളുടെ മക്കളെ ഒരു പരിശോധനയ്ക്ക് പറഞ്ഞു വിടുന്നതിൽ അവരൊരിക്കലും മടി കാണിക്കും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, തങ്ങളുടെ കുട്ടി ആ പരീക്ഷയിൽ വിജയം കൈവരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ഓർക്കുക, നമ്മൾ അഭിമുഖീകരിക്കുന്ന പരിശോധനയുടെ വില അത് ലളിതമായിട്ട് ഇന്ന് രാത്രിയിൽ ആരും കാണരുത്. ഒരുപക്ഷെ നമ്മൾ പരിശോധനകൾ വ്യത്യസ്തമായിരിക്കാം, നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് നാം അർഹരെങ്കിൽ നിശ്ചയമായും പരിശോധനയിലൂടെ നാം കടന്നു പോയേ പറ്റുകയുള്ളൂ. നമ്മളൊരിക്കലും പറയാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ല, എന്നെ പരിശോധിക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ അതിനെ ആഗ്രഹിക്കത്തില്ല എന്ന് ഒരു വ്യക്തിക്കും പറയുവാൻ കഴിയത്തില്ല. കാരണം ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പരിശോധനയ്ക്ക് ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനം തന്നെ ഈ ലേഖനം നൽകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വേർഡ് തന്നെ വന്ന വിലയേറിയ പരിശോധന എന്ന് പറയും. ആർക്കും കണക്കാക്കുവാൻ കഴിയാത്ത, അതിന്റെ മൂല്യം ആർക്കും തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതിനപ്പുറമായിട്ട് ഉള്ളതാണ് നാം അഭിമുഖീകരിക്കുന്ന പരിശോധന എന്ന് പറയും. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കാം നമുക്ക് ആ വാക്യം. അടിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ. നോക്കുക, ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയ രണ്ട് മൂലകങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളാണ് പൊന്ന് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളി എന്ന് പറയും. സ്തോത്രം. അത് അഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അഴിഞ്ഞു പോകുന്ന ആ വിലയേറിയതായ വസ്തുക്കൾക്ക് അത്രമേൽ പ്രാധാന്യം ലോകം കൽപ്പിക്കുന്നെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നിങ്ങളുടെ പരിശോധന എന്ന് പറയുന്നത്. അതിനാണ് വിലയുള്ളത്. ഇവിടെ പരിശോധിക്കപ്പെടുന്നത് എന്താണ്? ആ വാചകത്തിൽ ഇങ്ങനെ നമ്മൾ കണ്ടു, നിങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് യേശു കർത്താവിന്റെ അനുഗമിക്കാൻ നമ്മൾ തീരുമാനമെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും നമ്മുടെ ജീവിതം ഒരർത്ഥത്തിൽ പരിശോധനകളിലൂടെയല്ലേ കടന്നു പോകുന്നത്. സ്തോത്രം. ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം നിലകളിലാണ് നമ്മൾ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ സാക്ഷ്യവാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല ആവൃത്തി തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെ ഒരു പട്ടിക തന്നെ പലരും നിരത്താറുണ്ട്. എന്താണ് അതിന്റെ കാരണം? അതെല്ലാം പരിശോധനയുടെ ഭാഗമാണ്. എന്നാൽ ഇവിടെ പരിശോധിക്കപ്പെടുകയാണ് എന്ത്? വിശ്വാസം പരിശോധിക്കപ്പെടുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ. അത് മറ്റാരുമല്ല, അബ്രഹാമാണ്. അബ്രഹാമിനെ ദൈവം പരിശോധിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ പരിശോധിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന് വിശ്വാസം, രണ്ട് തന്റെ അനുസരണം അവിടെ പരിശോധിക്കപ്പെടുകയാണ്. പ്രിയരെ, ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ പരിശോധിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ വ്യത്യസ്തമല്ല. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ അനുസരണത്തെയും അവൻ നാൾതോറും പരിശോധിച്ചു കൊണ്ടിരിക്കും. അവൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് സധൈര്യത്തോടുകൂടെ കർത്താവ് തരുന്ന ഈ വിധത്തിലുള്ള പരിശോധനകളിൽ നിന്ന് എന്തിന് നമ്മൾ ഓടി ഒളിക്കണം? എന്തിന് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കണം? അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ആ പരിശോധനയിൽ തികഞ്ഞ് അല്ലെങ്കിൽ തെളിയുന്നവർക്ക്, വിജയിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ഒരു പ്രതിഫലമുണ്ട്. ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയിൽ
ആമൻ ആയിരിക്കുന്നതായ ദൈവദാസിദാസന്മാരോട് ഞാൻ പറയട്ടെ, ആമൻ നമ്മുടെ ശുശ്രൂഷ മുഖത്ത് നാം അഭിമുഖീകരിക്കുന്ന പരിശോധനകളുണ്ട്. ആമൻ നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ നാം കടന്നു പോകേണ്ടതായി ഉള്ളതായ ചില പരിശോധനകളുടെ മേഖലകളുണ്ട്. അവിടെയെല്ലാം നമ്മൾ സ്ഥിരതയോടെ നിന്ന് കഴിഞ്ഞാൽ ഓർക്കുക, ആ പരിശോധനയ്ക്ക് അപ്പുറത്ത് ഒരു വിജയം നമുക്കെല്ലാവർക്കും ദൈവം വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ഇത് അബ്രഹാം ഒരിക്കൽ പരിശോധിക്കപ്പെട്ടു. ഒന്ന്, തന്റെ വിശ്വാസം അവിടെ പരിശോധിക്കപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായമാണല്ലോ നമുക്ക് അതിന് വായിക്കാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യം എന്ന് പറയുന്നത്. 22:1 മുതൽ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, സ്തോത്രം, ആ പരീക്ഷയുടെ വിധം തുറന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും അബ്രഹാമിനെ തന്റെ ജീവിതത്തെ കുറിച്ച് പരാമർശിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പരിശോധന എന്ന് പറയുന്നത് തന്റെ വിശ്വാസം അവിടെ അളക്കുകയാണ് ദൈവം. എങ്ങനെയാണ്? ആമേൻ. നന്നാ വാർദ്ധക്യത്തിൽ ദൈവം അബ്രഹാമിന് നൽകിയ ദാനമായിരിക്കുന്ന മകനെ ആമേൻ യാഗം കഴിക്കണമെന്നുള്ള ദൈവിക നിർബന്ധത്തിന് ആമേൻ വിധേയനായിക്കൊണ്ട് അബ്രഹാം നോ പറയാതെ അത് ചെയ്യുവാൻ സന്നദ്ധനാകുകയാണ്. ഇവിടെ മറ്റു കാര്യമേ ഉള്ള ദൈവത്തിന് ഇവിടെ ആമേൻ ശ്രദ്ധിക്കേണ്ടത്, ആമേൻ അബ്രഹാമിനുള്ള ദൈവിക വിശ്വാസത്തിന്റെ അളവ് ദൈവത്തിന് ഒന്ന് തിരിച്ചറിയണം. സ്തോത്രം. ഇന്ന് രാത്രിയിലും ഓർക്കുക, നാം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവ് എന്തുമാത്രമുണ്ട് എന്ന് ദൈവം ആമേൻ നമ്മെ ടെസ്റ്റ് ചെയ്ത്, ദൈവം നമ്മെ പരിശോധിച്ച് അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. അബ്രഹാമിനെ വിളിച്ച മാത്രയിൽ അബ്രഹാം ആ വിളി കേട്ട് അവൻ അതിന് പ്രതികരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്ത ദൈവത്തിന്റെ വാക്കെന്ന് പറയുന്നത്, നിന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ തന്നെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. സ്തോത്രം. നോക്കുക, ഒരു വിശ്വാസത്തിന്റെ ആഴം എന്താണെന്ന് ദൈവത്തിന് പരിശോധിക്കപ്പെടേണ്ടതിന് ദൈവം വെക്കുന്ന നിബന്ധന എന്ന് പറയുന്നത്, വാർദ്ധക്യത്തിൽ ലഭിച്ച ഏകമകനായിരിക്കുന്ന ഒറ്റമകനായിരിക്കുന്ന താൻ പ്രാണനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന തന്റെ മകനെ യാഗം കഴിച്ചത് തെളിയിച്ച് ആ വിശ്വാസത്തിന്റെ ആഴം ആമേൻ ദൈവം ഇവിടെ ഒന്ന് അളക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും അബ്രഹാം അങ്ങനെ ചിന്തിച്ചോ താൻ അത് പ്രതീക്ഷിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത്? ആമേൻ സ്വന്തം മകനായിരിക്കുന്ന ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആ ശബ്ദം ഒരിക്കലും അബ്രഹാം പ്രതീക്ഷിച്ചില്ല. എന്നാൽ ചിന്തിച്ചതിനും പ്രതീക്ഷിച്ചതിനും വിപരീതമായിട്ടാണ് ദൈവത്തിന് ആ വാക്കുണ്ടായത്, നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ആ വാക്ക് കേട്ട മാത്രയിൽ അബ്രഹാം അതിന്ന് പിന്തിരിയുന്നതായിട്ട് പിന്നാലെ വരുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയത്തില്ല. അബ്രഹാം ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല. ഇന്ന് രാത്രിയിലും ഞാൻ ആവർത്തിക്കട്ടെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവം നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുമ്പോൾ, അളക്കുമ്പോൾ, ആമേൻ അതിനെനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് സ്വമേധയാ നമ്മൾ പിന്മാറുന്നെങ്കിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് തെളിഞ്ഞ് കയറി വരുവാൻ കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ആ പരിശോധനയ്ക്ക് തയ്യാറായി അതിന്റെ മുൻപിൽ സമർപ്പിച്ചു നിൽക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മളെ അവിടെ മാനിക്കുക തന്നെ ചെയ്യുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. തുറന്നുള്ള നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ കേട്ട ദൈവ ശബ്ദം അത് നിവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അബ്രഹാമിന്റെ തീവ്രമായ ശ്രമത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. അതിനെന്താണ് താൻ ചെയ്യുന്നത്? ആമേൻ അധികാലത്തെ അബ്രഹാം എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. നോക്കുക, അബ്രഹാമിനുള്ള വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണത്. അത് തെളിയിച്ചു കാണിക്കേണ്ടത് അബ്രഹാമിന്റെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് അധികാലത്ത് അബ്രഹാം എഴുന്നേൽക്കുന്നു. സ്തോത്രം. എങ്ങോട്ടാണ് പോകുന്നത്? ദൈവം കാണിച്ചതായ ആ മലയിലേക്ക്, ആ പ്രദേശത്തേക്ക് താന് കടന്നു പോകുവാനുള്ള തയ്യാറെടുപ്പ്. ആ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കങ്ങളെല്ലാം അബ്രഹാം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിറക് കീറുന്നുണ്ട്, അവിടെ അടുക്കി അത് കെട്ടാക്കി മകന്റെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു. അബ്രഹാം കയ്യിൽ ഒരു കത്തി എടുക്കുന്നു, തീ എടുക്കുന്നു, ചില ദാസന്മാരെ അവൻ ഒരുക്കി നിർത്തുന്നു, അവർക്ക് സഞ്ചരിക്കേണ്ട വാഹനങ്ങൾ, മൃഗത്തെ ക്രമീകരിക്കുന്നു. അങ്ങനെ നല്ലൊരു ക്രമീകരണം അവിടെ അബ്രഹാം ചെയ്യുകയാണ്. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് അവർ യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്ത 3-ാമത്തെ ദിവസം അങ്ങ് ദൂരവേ തന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്ക് യാഗം കഴിക്കപ്പെടേണ്ട സ്ഥലം
അബ്രഹാം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്റെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ ഘട്ടങ്ങളിലേക്ക് അബ്രഹാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൂരവേ നിന്ന സ്ഥലം കണ്ട മാത്രയിൽ അബ്രഹാം തന്റെ ബാല്യക്കാരോട് ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ. നമുക്കറിയാം ആ വചനമൊക്കെ നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്തവരാ. അബ്രഹാം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. സ്തോത്രം. ആ വാക്കിൽ തന്നെ ഇല്ലേ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനം? അബ്രഹാം പറയുക, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. സ്തോത്രം. ഒരിക്കലും മടങ്ങി വരാൻ സാധിക്കാത്ത ഒരു കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിലും അബ്രഹാമിന്റെ വാക്കുകളിൽ ആ വിശ്വാസം നിഴലിക്കുകയാണ്. നമ്മൾ ആരാധന കഴിഞ്ഞ് മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അബ്രഹാമിന്റെ ഉള്ളിൽ എന്തോ ആമൻ ഹല്ലേലൂയ തികട്ടി വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, തന്നെ വിളിച്ചിറക്കിയ ദൈവം ആമൻ ഈ പ്രത്യേക ആമൻ സാഹചര്യത്തിലും തന്നെ പരിശോധിക്കുമ്പോഴും അതിന്റെ മറുഭാഗത്ത് ചില നീക്കുപോക്കുകൾ അവൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പ്രതിഫലനമാണ് താൻ വാക്കിൽ പറയുന്നത്, ഞങ്ങൾ ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. ബാല്യക്കാരെല്ലാം അവിടെ നിർത്തിയിട്ട് മുന്നോട്ടുള്ള യാത്ര നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അബ്രഹാമും ഇസ്ഹാക്കും ആ യാത്ര മുൻപോട്ട് പോകുകയാണ്. ആ യാത്രയിൽ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം, അപ്പനും മോനും പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാകാം. ആ സംസാരത്തിന്റെ ഇടയിൽ മോൻ ചോദിക്കുന്നുണ്ട്, അപ്പാ യാഗം ചെയ്യുവാനുള്ള യാഗത്തിനുള്ള വിറകുണ്ട്, തീയുണ്ട്, കത്തിയൊക്കെയുണ്ട്, പക്ഷേ യാഗമായി തീരേണ്ട മൃഗം എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. ആ ചോദ്യം ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ, വായിലൂടെ അത് വെളിയിൽ വന്നപ്പോൾ അബ്രഹാം പതറിയില്ല. അബ്രഹാം നിശ്ചയദാർഢ്യത്തോടുകൂടെ ഉത്തമ വിശ്വാസത്തോടെ പറയുകയാണ്, ദൈവം നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. നോക്കുക, രണ്ടാമതും അബ്രഹാമിന്റെ ആ വിശ്വാസത്തിന്റെ പ്രതിഫലന വാക്കിലൂടെ പുറത്തു വരികയാണ്, ദൈവം അത് കരുതും, ദൈവം അത് നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ചില വിശ്വാസത്തിന്റെ ദൃഢത, തീഷ്ണമായ അനുഭവങ്ങൾ നമ്മിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും ഒന്നും മുമ്പിൽ കാണുന്നില്ലെങ്കിലും നമുക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിടുവാൻ ഇന്ന് രാത്രി കഴിയട്ടെ. ദൈവം നമുക്ക് വേണ്ടി കരുതും, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും, ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും. ഇന്ന് രാത്രിയിൽ അത് വിശ്വാസത്തോടെ അങ്ങ് ചുമ്മാ പറയാൻ തയ്യാറായാൽ അവൻ നിശ്ചയമായി പക്ഷേ മൈക്ക് മ്യൂട്ടാണേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അബ്രഹാം ആ വിശ്വാസത്തിന്റെ പരിശോധന ഒന്നാം ഘട്ടത്തിലേക്ക് വന്നു. അബ്രഹാം അത് തെളിയിച്ചു കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പോലും സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അബ്രഹാമിന്റെ വിശ്വാസത്തെ. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്നത്, അബ്രഹാമിനെ ദൈവം പരിശോധിക്കുമ്പോൾ അവന്റെ അനുസരണത്തെ ദൈവം പരിശോധിക്കുകയാണ്. സ്തോത്രം. ഒരുപക്ഷെ മകനെ അത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരു പിതാവാണെങ്കിൽ എങ്ങനെയെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് പകരം മറ്റെന്തിനെങ്കിലും യാഗം കഴിച്ച് തടി തപ്പാനെ നോക്കിയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആലോചന ഇതാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. സ്തോത്രം. നിന്റെ മകനെ തന്നെ കഴിക്കണമെന്നുള്ള ആ വാക്ക് അബ്രഹാമിനെ പിടിച്ചു അവൻ തന്റെ ഹൃദയത്തിൽ ഉടക്കാനിടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യം അതുപോലെ അനുസരിക്കുവാൻ താൻ തയ്യാറാകുകയാണ്. എന്നാൽ തന്റെ അനുസരണത്തിൽ തെളിവാക്കുന്ന ഒരു വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. അടുത്ത വാചകം ഇങ്ങനെയാണ്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട്. ശ്രദ്ധിക്കുക, നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. രണ്ടാമത്തത്, അവന്റെ അനുസരണത്തെ ദൈവം ഇവിടെ പരിശോധിച്ചു. സ്തോത്രം. ഒരു മടിയും കൂടാതെ അവൻ വിശ്വസിച്ച ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അനുസരണത്തിലൂടെ തന്റെ മകനെ കൊടുക്കുവാൻ അബ്രഹാം തയ്യാറായി. സ്തോത്രം. അങ്ങനെ തന്റെ അനുസരണവും തന്റെ വിശ്വാസവും ദൈവം പരിശോധിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? ആമേൻ ഹല്ലേലൂയ. സ്വന്തം മകനായിരിക്കുന്ന ഏക മകനായ ഇസ്ഹാക്കിനെ യാഗമാക്കേണ്ടതായിട്ട് വന്നില്ല. ആമേൻ. പകരം മറ്റൊരു ആട്ടിൻകുട്ടിയെ ഇസ്ഹാക്കിന് പകരമായിട്ട് ദൈവം അവൻ ഒരുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, നമ്മുടെ വിശ്വാസം ചില സന്ദർഭങ്ങളിൽ പരിശോധിപ്പിക്കപ്പെടുന്നതായ
അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വിശ്വാസം എന്താണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത്, നാം പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. സ്തോത്രം. അങ്ങനെ 1 പത്രോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന്. സ്തോത്രം. നമുക്കറിയാം, ഈ ലേഖനം പത്രോസ് എഴുതുമ്പോൾ ആദിമസഭ, ക്രിസ്തീയ സഭ കൊടിയ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. ആ കാലഘട്ടങ്ങളിൽ പീഡിപ്പിക്കുന്നവരുടെ നിരയിൽ ഏറ്റവും മുമ്പിൽ നിന്ന 2-3 ചക്രവർത്തിമാരുണ്ട്. അതിലൊന്ന് നീറോയാണ്, മറ്റൊരാളാണ് ഡൊമീഷ്യൻ, വേറൊരാളാണ് ഹാഡ്രിയൻ. ഇവർ 3 പേരും റോമ സാമ്രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന കാലഘട്ടത്തിൽ മാറി മാറി ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പീഡനം ഭയന്നുകൊണ്ട് സ്വന്തം സ്ഥലം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ദൈവജനം പല ഭാഗങ്ങളിലേക്ക് ചിതറുവാനിടയായിത്തീർന്നു. ഇന്നത്തെ തുർക്കി എന്നറിയപ്പെടുന്ന അന്നത്തെ ഏഷ്യ മൈനറിന്റെ വിവിധ മേഖലയിലേക്ക് ഇവര് ഒരു അഭയാർത്ഥികളെ പോലെ പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് അവർ ഓടുന്ന ഒരു രംഗം നമുക്ക് ഒരുപക്ഷെ അത് ധ്യാനിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പൊന്തോസിലും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നമ്മൾ 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവർ പോയി ചിതറിപ്പാർച്ച സ്ഥലങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, 1 പത്രോസ് 1:1 വായിക്കുന്ന, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയിലും ബിദുനിയിലും അവർ ചിതറിപ്പാർക്കുകയാണ്. എന്താണ് വിഷയം? അവരുടെ ജീവിതത്തിനെതിരെ കടന്നു വന്നൊരു വലിയ പരിശോധന. അവരറിഞ്ഞ സത്യത്തെ, അവർ പ്രാപിച്ച വിശ്വാസത്തെ അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ റോമൻ ഭരണാധിപന്മാർ അവരെ പിറകോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോഴും അവരെ വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞങ്ങൾ പിടിച്ച വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിന്മാറുകയില്ല. അങ്ങനെ വളരെ വേദനയോടുകൂടെ ഈ ദേശങ്ങളിൽ ചിതറിപ്പാർക്കുന്നവരെ ഉറപ്പിക്കുവാൻ വേണ്ടി പത്രോസ് എഴുതുകയാണ്. സ്തോത്രം. ആ എഴുതുന്ന കൂട്ടത്തിലാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങൾ ഒരിക്കലും മറക്കരുത്, അത് വിലയേറിയതാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവദാസിദാസന്മാരെ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം അതിന് വളരെ വലുതാണ്. അതിനെ ചൊല്ലിയുള്ള ഏത് പരിശോധനകളും വിലയേറി തന്നെയാണ് എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ്. അങ്ങനെ 1 പത്രോസ് ലേഖനത്തിൽ ഒന്നാമതായി നമ്മൾ വിലയേറിയതായി കാണുന്നത് നമ്മുടെ പരിശോധന വിലയേറിയതാണ്. ഇനി 2-ാമത്തെ ചിന്ത എന്താണ്? 1-ാം അധ്യായം തന്നെ അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 1:18 അവിടെ ഇങ്ങനെ വായിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിൽ 2-ാമതായി ഏറ്റവും വിലയേറിയതായി നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല, യേശുവിന്റെ രക്തമാണ്. സ്തോത്രം. ഈ ഉലക ചരിത്രത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്തോളം പോകുന്ന വിലയുള്ള രക്തം ആർക്കാ ഉള്ളത്? സ്തോത്രം. ഒരു മനുഷ്യനും കാണാൻ കഴിയുന്നില്ല. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താണ്? വിസ്തരിക്കാൻ ഒത്തിരി ഉണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ യേശുവിന്റെ രക്തത്തിന്റെ ആവശ്യകത എന്താണ്? ആ വാക്യത്തിന് അതിന് ഉത്തരമുണ്ട്. 18-ാം വാക്യത്തിൽ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുക്കുവാൻ പകരമായി നൽകേണ്ടതായിട്ട് വന്നു. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ആ രക്തത്തിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണ്! ആ രക്തത്തിന്റെ വില ആർക്കാണ് തിട്ടപ്പെടുത്താൻ കഴിയുന്നത്? ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി, കുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവം കൊടുത്തതായിരിക്കുന്നത് മറ്റൊന്നുമല്ല, സ്വപുത്രന്റെ വിലയേറിയ രക്തമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ വീണ്ടെടുപ്പിന്റെ വില ഇന്ന് രാത്രി തിരിച്ചറിയണം. ഇന്ന് രാത്രി ഇതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ചിരിപ്പാൻ നമ്മെ കാരണമാക്കി മാറ്റിയത് മറ്റൊന്നുമല്ല, ഈ വിലയേറിയ യേശുവിന്റെ രക്തമാണ്. സ്തോത്രം. കർത്താവിനെ സാക്ഷിക്കുവാൻ, യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിനെ കുറിച്ച് 10 പേരോട് പ്രസ്താവിക്കുവാൻ ദൈവം നമ്മളെ ആക്കി തീർത്തതിന്റെ പിൻപിലും ഈ വിലയേറിയ രക്തത്തിന് വലിയ പങ്കുണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കുന്ന ദൈവദാസിദാസന്മാരെ ഇന്ന് രാത്രി ഓർത്തോണം. ഹല്ലേലൂയ, വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നവനോട് നമുക്ക് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അവന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവനായിട്ട് നമുക്ക് എന്തെങ്കിലും ആകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രിയിലും ഓർക്കുക,
നമ്മെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിന്റെ രീതി എങ്ങനെയാണ്. വിശുദ്ധ ബൈബിൾ നമുക്കറിയാം, വീണ്ടെടുപ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് ധാരാളം ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണയായി ലളിതമായി ഇങ്ങനെ പറയാറുണ്ട്, നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അതിന്റെ അർഹിക്കുന്ന വില കൊടുത്ത് തിരികെ എടുക്കുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്റെ ലളിതമായിരിക്കുന്ന ഒരു വിശദീകരണമാണ്, എന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. നമ്മിൽ നിന്ന് കൈമോശം വന്നു പോയ ഏറ്റവും വിലയേറിയതായി നാം കണ്ട ഒന്ന് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അതിനെ ആഴമായി നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നതുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും തിരികെ എടുക്കണം എന്നുള്ളതായ ചിന്ത കൊണ്ട് നമ്മൾ അതിനർഹിക്കുന്ന വില കൊടുത്ത് തിരികെ സ്വന്തമാക്കുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ആദാമ്യ വർഗത്തിന്റെ ഹല്ലേലൂയ തുടർച്ചക്കാരായ നമ്മൾ ഹല്ലേലൂയ ആദാം ചെയ്തു പോയ തെറ്റ് നിമിത്തം നമ്മൾ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ആ ദൈവത്തിലേക്ക് ആ ജനതയെ അല്ലെങ്കിൽ ആ മനുഷ്യവർഗത്തെ മടക്കിയെടുക്കേണ്ടതിന് ദൈവം കൊടുത്തതായ വില എന്ന് പറയുന്നത് യേശുവിന്റെ വലിയ ആ രക്തം കൊണ്ടാണ്, ആ വിലയേറിയ രക്തം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മൾ നിസ്സാരരല്ല, നമ്മൾ സാധാരണക്കാരല്ല. ഓർക്കുക, നമ്മൾ വിലയേറിയ രക്തത്തിന് ഉടമകളായി നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു വിലപ്പെട്ട പദവിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് വേഗത്തിൽ ചിന്തിക്കുവാനിടയായി. ഒന്ന്, പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ പറയുന്ന ഒന്ന്, നിങ്ങളുടെ പരിശോധന വിലയേറിയതാണ്. സ്തോത്രം. നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ വിലയായിരിക്കുന്ന യേശുവിന്റെ രക്തവും വിലയേറിയതാണ്. സ്തോത്രം. മൂന്നാമതായിട്ട് എന്താണ് വിലയേറിയതായിട്ട് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ വിവരിച്ച് കാണിക്കുന്നത്? 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായം 4-ാം വാക്യം, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗഹനമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. സ്തോത്രം. മൂന്നാമതായിട്ട് പത്രോസ് അപ്പോസ്തലൻ വിലയേറിയതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്താണ്? വിലയേറിയ കല്ല്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്. സ്തോത്രം. ഒരിക്കൽ തള്ളപ്പെട്ട കല്ലാണ്, മനുഷ്യർ തള്ളിക്കളഞ്ഞതാണ്, മനുഷ്യർ ഉപേക്ഷിച്ചതാണ്. എന്നാൽ പത്രോസ് അതിനെ കുറിച്ച് വിവരിക്കുന്ന എന്താണ്? അങ്ങനെ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഓർക്കുക, നാമും നമ്മുടെ കർത്താവുമായിട്ടൊരു അഭേദ്യമായി ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നുമല്ല, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. സ്തോത്രം. അപ്പോൾ നാം ഒരു ആത്മീയ ഗ്രഹമായി പണിയപ്പെടേണ്ടതിന് വേണ്ടി ഇവിടെ എന്താണ് ഈ ലേഖന കർത്താവ് വിവരിച്ചിരിക്കുന്ന ഭാഗം? ആത്മീയ ഗ്രഹമായി പണിയപ്പെടണമെങ്കിൽ കല്ലുകളെല്ലാം ചേർന്ന് വരണം. കെട്ടിട നിർമ്മാണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. സ്തോത്രം. ഒരു ഭിത്തി പണിയുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മൂലയ്ക്ക് നിന്ന് ആരംഭിച്ച് ഓരോ കല്ലുകൾ അതിനോട് ചേർത്താണ് പണിയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവേശു എന്ന മൂലക്കല്ലിനോട് നമ്മെ ചേർത്ത് പണിത് ഒരു ആത്മീയ ഗ്രഹമാക്കി അവനീ മുഖത്ത് ദൈവം നമ്മളെ നിർത്തിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓർത്തോണം, അതൊരു വലിയ പദവിയല്ലേ, അതൊരു വലിയ ശ്രേഷ്ഠതയല്ലേ? ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. തള്ളപ്പെടാമായിരുന്ന ഒട്ടനവധി സാധ്യതകൾ ഉണ്ടായിരുന്നു. കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലി ഉപയോഗിക്കാൻ പറ്റാത്ത കല്ലെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലി നമ്മെ വലിച്ചെറിയാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിലും ഓർക്കുക, ക്രിസ്തുവിനോടുകൂടെ ചേർത്ത് പണിയുവാൻ ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നിയത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു ആത്മീയ ഗ്രഹത്തിന്റെ ഭാഗമായി മാറുവാൻ, ഒരു മിനിസ്ട്രിയുടെ ഭാഗമായി മാറുവാൻ, ആമേൻ കർത്താവിന്റെ നാമത്തിനെ ഉയർത്തുവാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് തരുന്നതായ ഉള്ളതായിരിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അതിന് കാരണമായി തീർന്നത് ഈ ആത്മീയ ഗ്രഹമായിട്ട് നമ്മെ ചേർത്ത് പണിതു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സ്തോത്രം. അപ്പോൾ മൂന്നാമതായി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വിലയേറിയ കല്ല് എന്നുള്ളതാണ്. സ്തോത്രം. ഇനി 2 പത്രോസ് ലേഖനത്തിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുക. പത്രോസ് നിർത്തുന്നില്ല. വിലയേറിയതായിട്ട് താൻ കാണുന്ന 4-ാമത്തെ വസ്തുത എന്താണ്? 2 പത്രോസിന്റെ ലേഖനം ഒന്ന് എടുക്കുക. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കും. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ
അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. നാലാമതായിട്ട് കാണാൻ കഴിയുന്നത് വിലയേറിയ വിശ്വാസം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. വിലയേറിയ വിശ്വാസം. ഇവിടെ നിന്ന് നമുക്ക് ഒത്തിരി ചിന്തിക്കാനുണ്ട്. ഒരുപക്ഷെ ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഈ അനുഭവത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന്റെ ആ പ്രാരംഭ നാളുകൾ ഒരുപക്ഷെ നിങ്ങൾ ഒന്ന് ഓർത്താൽ എത്ര ശ്രേഷ്ഠകരമാണത്. സ്തോത്രം. ഇന്നും പലപ്പോഴും നമ്മളൊക്കെ അറിയപ്പെടുന്ന വിശ്വാസികൾ എന്ന പേരിലാണ്. ആമേൻ. കർത്താവിനെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട വലിയ ഭാഗ്യകരമായ ആ അവസ്ഥകൾ, ആ നാളുകൾ നമ്മളൊന്ന് ഓർക്കുക. സ്തോത്രം. ആമേൻ. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ഇന്നും നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി മാന്യതയുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മോടൊപ്പമായി വിശ്വാസ അനുഭവത്തിൽ ഇറങ്ങിത്തിരിച്ചവർ പലരും ഇന്ന് ഈ മേഖലയിലില്ല. പലരും ഇതിനോടകം പിന്മാറി കഴിഞ്ഞു, മടങ്ങിപ്പോയി കഴിഞ്ഞു. എന്നാൽ നമുക്ക് നിൽക്കുവാനും ഈ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുന്നതോർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. പത്രോസ് പറയുകയാണ്, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. വിശ്വാസം നാം പ്രാപിച്ചിരിക്കുന്നത്, നാം സ്വീകരിച്ചിരിക്കുന്നത്, നമുക്കത് ലഭിച്ചത്, അത് എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠത അർഹിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കും. ഇതിന്റെ അനുവാചകർ എന്ന് പറയും, ഈ ലേഖനത്തിന്റെ അനുവാചകർ അല്ലെങ്കിൽ ആദിമ ക്രൈസ്തവർ എന്ന് പറയുന്ന ആളുകൾ, സ്തോത്രം, വിശ്വാസത്തിന് വേണ്ടി ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അവർ കൊടുത്ത വില ചെറുതല്ലായിരുന്നു. സ്വന്തം ജീവനെ പോലും നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. അതിന്റെ വക്കോളം അവരെത്തി. സ്തോത്രം. തങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ഈ വിശ്വാസം നിമിത്തം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും വരുന്നതായ ആ അനുഭവത്തിലേക്ക് അവർ വന്നു. സ്തോത്രം. പലർക്കും പലതും നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നു. ഒറ്റ കാര്യത്തിന് പേരില്ല, ഈ വിശ്വാസം അവർ മുറുകെ പിടിച്ചു എന്നുള്ള ഒറ്റ കാരണത്തില്. ഇന്നും ഇല്ലേ നമ്മൾ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നിന്ദകൾ കേൾക്കുന്നവരുണ്ട്, പലരും അപമാനിക്കപ്പെടുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കൽ കേൾക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ തളരാതെ പിന്തിരിഞ്ഞു പോകാതെ നിൽക്കുന്നതിന്റെ കാരണം ഈ വിശ്വാസം വിലയേറിയതായി കണ്ടതുകൊണ്ട് മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകം കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ആമേൻ. ഹല്ലേലൂയ. പതറിയിലെ അബ്രഹാം പിന്മാറി പോകുവാൻ കാരണമായി തീർന്നില്ല. സ്വന്തം മകനെ വിശ്വാസ നിമിത്തം പരിശോധിക്കപ്പെട്ടപ്പോഴും അബ്രഹാം തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല. താൻ അവിടെ ഉറച്ചു നിന്നു. ആമേൻ. ഹല്ലേലൂയ. മഹത്തായ അനുഭവത്തിലേക്ക് ദൈവം അബ്രഹാമിനെ പിൽക്കാലങ്ങളിൽ മാറ്റുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓർക്കണമേ ദൈവമക്കളെ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം അത് വിലയേറിയതാണ്. സ്തോത്രം. പലപ്പോഴും നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം ത്യജിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മെ സംബന്ധിച്ച് ഒരുപക്ഷെ സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ആമേൻ. ഹല്ലേലൂയ. മറ്റു ചില രാജ്യങ്ങളിൽ കുറിച്ചുള്ളതായ ചരിത്രങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചോ കേട്ടോ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ആമേൻ തങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി അവർ കൊടുക്കുന്ന വില ചെറുതല്ല. സ്തോത്രം. ഹല്ലേലൂയ. പരസ്യമായി ദൈവത്തെ ആരാധിപ്പാൻ, ആമേൻ, ദൈവത്തിന്റെ അവന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ പോലും പരസ്യമായി കൊണ്ടു നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ചൈന പോലുള്ള രാജ്യങ്ങളിൽ ആമേൻ. ഹല്ലേലൂയ. അവർ വിശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്ന വില നിങ്ങൾ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ദേശത്ത് നാം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രഘോഷണത്തിന് ഇന്നും നമുക്ക് യാതൊരു തടസ്സവും ഇല്ല. സ്തോത്രം. നാൽക്കവരകളിൽ നിന്നുകൊണ്ട്, പരസ്യവേദികളിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നമ്മുടെ കണ്ണനാളങ്ങളിൽ നിന്ന് ഉയർത്തുമ്പോഴും നമുക്കൊരു വലിയ ധൈര്യമുണ്ട്. നമ്മൾ പിടിച്ചിരിക്കുന്ന വിശ്വാസം ആമേൻ അതിന്റെ തീഷ്ണത എത്ര വലുതാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ വിശ്വാസം അനേക രാജ്യങ്ങളിൽ അവർ അത് പ്രാപിച്ച വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് ആമേൻ അധികാരികൾ അവരെ പിന്നോട്ട് ആമേൻ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മതവും അതിന്റെ ശക്തികളും ആ വിശ്വാസത്തിൽ നിന്ന് അവരെ ആമേൻ പിറകിലേക്ക് കൊണ്ടുപോകുവാൻ ആമേൻ വൃഥാശ്രമങ്ങൾ നടത്തുമ്പോഴും ആമേൻ ഹല്ലേലൂയ സ്വന്തം പ്രാണൻ പോയാലും ശരി, ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, ഞാൻ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ലെന്നുള്ളതായ ദൃഢനിശ്ചയം എടുത്തതായ അനേകരെ ആമേൻ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക, ആമേൻ ഹല്ലേലൂയ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം അത് വിലയേറിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ഒരു കഥാപാത്രത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വിശ്വാസം മുറുകെ പിടിച്ച ആമേൻ ഹല്ലേലൂയ മഹത്തായിരിക്കുന്ന ഒരു വ്യക്തി. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനെ നമ്മൾ ഓൾറെഡി കണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. സ്തോത്രം. മറ്റൊരു മനുഷ്യനാണ് ആമേൻ ഇയ്യോബ് എന്ന് പറയുന്ന പുരാതന ഭക്തനായിരിക്കുന്ന മനുഷ്യൻ. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇയ്യോബിനെ സംബന്ധിച്ച് ചില സൽഗുണങ്ങൾ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഞാനൊന്ന് വായിക്കുക. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. സ്തോത്രം. ഇവിധമായിരിക്കുന്ന
നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉടമയായിട്ടുള്ള ഇയ്യോബിന്റെ ജീവിതത്തിലും തന്റെ വിശ്വാസത്തെ പല ആവർത്തി ആമൻ ചോദ്യം ചെയ്യപ്പെടേണ്ടത് വന്നു, പരിശോധിക്കപ്പെടേണ്ടതായിട്ട് വന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഇയ്യോബ് കടന്നുപോയ കഷ്ടതകളുടെ ഒരു യാത്ര നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. ആ ചരിത്രമെല്ലാം നമുക്കറിയാം. ഒന്നാമതായി തന്റെ ജീവിതത്തിൽ വന്ന നഷ്ടം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ താൻ സമ്പാദിച്ച മൃഗസമ്പത്തുകൾ മുഴുവൻ നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. വായിക്കുന്നില്ല, ഞാൻ ആ സംഭവം വേദത്തിൽ പറഞ്ഞങ്ങ് വിടുകയും. താൻ അധ്വാനിച്ചുണ്ടാക്കിയ നന്മ മുഴുവൻ ആമൻ പിശാച് കവർന്നുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അത്ര കണ്ടങ്ങ് ഉൾക്കൊള്ളുവാനോ സഹിക്കാനോ കഴിയത്തില്ല. കാരണം താനും തന്റെ തലമുറകളും വെച്ച് അനുഭവിക്കേണ്ട നന്മകളാണ്, മൃഗസമ്പത്തുകളാണ് അപഹരിക്കപ്പെട്ടുകൊണ്ട് പോയത്. സ്തോത്രം. തീരുന്നില്ല, തന്റെ തലമുറകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതായിട്ട് വന്നു. അതും പിശാച് അപഹരിപ്പാനിടയായിട്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല, തനിക്ക് തലചായ്ക്കുവാൻ ആശ്രയമായിരുന്ന തന്റെ ഭവനം ആമൻ അഗ്നിക്കിരയായി. സ്തോത്രം. അവന് വലിയ നഷ്ടം തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെയും തീരുന്നില്ല. സ്തോത്രം. എല്ലാവരും പോയിപ്പോഴും മരിച്ചു മാറ്റപ്പെട്ടപ്പോഴും ആമെ ആശ്രയമായി, തണലായി, ആശ്വാസമായി കൂടെയിരുന്ന സ്വന്തം ഭാര്യ പോലും തന്നോട് പറയുന്ന വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇനിയും നീ ഭക്തി മുറുകെ പിടിച്ചു വെക്കാതെ ആമൻ അത് ത്യജിച്ചിട്ട്, അത് ഉപേക്ഷിച്ചിട്ട് നീ മരിക്കുക. ഹല്ലേലൂയ. ഒരു ഭാര്യയുടെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു വാക്ക് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ഇയ്യോബ് അത് കേട്ടിട്ട് ആമേൻ ഹല്ലേലൂയ തളർന്നവനെ പോലെ മാറിയില്ല. ആമേൻ കൃത്യമാർന്നൊരു മറുപടി ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. സ്തോത്രം. അനേകം നന്മകൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. ആമേൻ ഹല്ലേലൂയ. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചില കഷ്ടതകളും ആമേൻ തിന്മകളും നമുക്ക് സഹിക്കരുതോ, സ്വീകരിച്ചു കൂടരുതോ എന്നുള്ളതായിരിക്കുന്ന ലഘുവായിരിക്കുന്ന മറുപടിയിലൂടെ ആമൻ തന്റെ ഭാര്യയുടെ വാക്കിനെ ആമൻ അടക്കുവാൻ കാരണമായി തീർന്നു. ഇതിന്റെ എന്നെ പിൻപിൽ ഇത് പറയുവാൻ തന്നെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം എന്താണ്? സ്തോത്രം. മറ്റൊന്നുമല്ല, വിലയേറിയ വിശ്വാസത്തിന്റെ ആമൻ ഉടമസ്ഥനായിരുന്നു ഇയ്യോബ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തനിക്കറിയാം ഹല്ലേലൂയ ആമൻ സ്തോത്ര കാലങ്ങൾ കടന്നു പോയാലും ആമൻ ഹല്ലേലൂയ വർഷങ്ങൾ നീണ്ടുപോയാലും ആമൻ ഹല്ലേലൂയ എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് മാറ്റമുണ്ടാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമൻ ദൈവത്തിൽ ആമൻ ഇയ്യോബ് ആഴമായി വിശ്വസിച്ചതിനാൽ, ആ ദൈവം ആരാണെന്ന് ആമൻ വ്യക്തമായി അനുഭവിച്ച് രുചിച്ചറിഞ്ഞതിനാൽ ആമൻ ഹല്ലേലൂയ ഇയ്യോബിന്റെ ഇന്നത്തെ കഷ്ടങ്ങൾ, ഇയ്യോബിന്റെ ഇന്നത്തെ നഷ്ടങ്ങൾ എന്റെ ദൈവം ഹല്ലേലൂയ തന്റെ ജീവിതത്തിന്റെ സായാഹ്ന വേളകളിൽ അവന് നൽകുന്നത് എങ്ങനെയാണ്? സ്തോത്രം. നഷ്ടപ്പെട്ടതിനെല്ലാം ഇരട്ടിയാക്കി മറുപടി കൊടുത്ത്, തിരികെ കൊടുത്ത് ദൈവം തന്റെ വിശ്വസ്തത, ദൈവം തന്റെ നീതി ഇയ്യോബിന്റെ ജീവിതത്തിൽ ആമൻ നിറവേറ്റുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഹല്ലേലൂയ നാം പിടിച്ചിരിക്കുന്ന വിശ്വാസം ആമൻ ഹല്ലേലൂയ അത് ചെറുതല്ല, അത് വിലയേറിയ വിശ്വാസമാണ്. സ്തോത്രം. ആ വിശ്വാസത്തെ ബലി കഴിക്കേണ്ട, ആ വിശ്വാസം തള്ളിപ്പറയേണ്ട രംഗങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മുഖത്ത് കടന്നു വരുമ്പോഴും ആമൻ ഹല്ലേലൂയ അതിൽ നിന്ന് പിന്മാറി വിശ്വാസത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരുടെ മുമ്പിൽ ആമൻ തള്ളിക്കളയേണ്ടതല്ല, വില കുറച്ച് കാണേണ്ടതല്ല നാം പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കുടുംബത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. അത് മറ്റാരുമല്ല, ആമൻ ഹല്ലേലൂയ തിമത്യോസിന്റെ കുടുംബക്കാരാണ്. സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമൻ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ ആ കുടുംബത്തെ കുറിച്ച് ആമൻ ഒരു പരാമർശം താൻ എഴുതുന്നുണ്ട്. 1 തിമത്യോസ് ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 തിമത്യോസിന്റെ ലേഖനം ഒന്നെടുക്കാം. അതിന്റെ 1-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. സ്തോത്രം. ഇവിടെ ഒരു നിർവ്യാജ വിശ്വാസത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പരാമർശിക്കുകയാണ്. ഈ നിർവ്യാജ വിശ്വാസത്തിന്റെ പ്രാധാന്യത എന്തായിരുന്നു? അതിനെക്കുറിച്ച് പൗലോസ് അങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. അത് 2 തിമത്യോസ് ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. ആ വിശ്വാസം, ഏത്? ആ നിർവ്യാജ വിശ്വാസം ആദ്യം തിമത്യോസ് നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. ആമൻ. വിലയേറിയ വിശ്വാസത്തിന്റെ മറ്റൊരു പതിപ്പാണ് നിർവ്യാജ വിശ്വാസം എന്ന് പറയുന്നത്. നോക്കുക, തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വിശ്വാസം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ വില ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക. സ്തോത്രം. ആമൻ. തിമത്യോസിന്റെ വല്യമ്മച്ചിയിലും അതുപോലെ തന്നെ
ആ വല്യമ്മയുടെ മകളായിരിക്കുന്ന തിമത്യോസിന്റെ അമ്മയിലും ആ നിർവ്യാജ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അവിടെ കൊണ്ട് തീരുകയല്ല ചെയ്തത്. ആ വലിയൊരു വിശ്വാസം അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ചെയ്തത്. അത് തലമുറകളിലേക്ക് അത് കൈമാറുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ സ്ക്രീനിൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വാത്സല്യ മാതാക്കൾ ഇതിന്റെ അകത്തുണ്ട്, പിതാക്കന്മാർ ഇതിന്റെ അകത്തുണ്ട്. നമ്മൾ പിടിച്ചിരിക്കുന്ന, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. നമുക്കറിയാം ഇന്നത്തെ യൗവന തലമുറകൾ ഹല്ലേലൂയ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മുടെ തലമുറകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധികാരികതയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, അവരെ നയിക്കുവാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കന്മാരുടെ നിക്ഷിപ്തമാണ്. ഹല്ലേലൂയ. അതെങ്ങനെയാണ് സാധിക്കാൻ കഴിയുന്നത്? നാം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം മക്കളിലേക്ക്, തലമുറകളിലേക്ക് കൈമാറുന്നതിലൂടെയാണെന്ന് നടക്കുവാൻ കഴിയുന്നത്. അങ്ങനെ വിലയേറിയ വിശ്വാസത്തിന് ശ്രേഷ്ഠത യോബിൽ നമ്മൾ കാണുന്നു. തിമത്യോസിന്റെ കുടുംബക്കാർ നമ്മൾ അത് കാണുകയാണ്. സ്തോത്രം. അങ്ങനെ പത്രോസ് 4 കാര്യങ്ങൾ വിലയേറിയതായിട്ട് ഇതിനോടകം വിവരിക്കുവാനിടയായി തീർന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങളുടെ പരിശോധന വിലയേറിയതാണ്. 2 വിലയേറിയ രക്തം, അത് നിമിത്തമാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെടുവാനിടയായി തീർന്നത്. സ്തോത്രം. വിലയേറിയ കല്ലുകളായി നിങ്ങൾ മാറി തമ്മിൽ പണിത് ഒരു ആത്മീയ ഗ്രഹമായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. 4 നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം വിലയേറിയതാണ്. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ മെസ്സേജിലൂടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് ലേഖനത്തിൽ 5-ാമതായിട്ട് പത്രോസ് വിലയേറിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതും അത് നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന കാര്യം 2 പത്രോസ് ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാം വാക്യം തന്നെ വീണ്ടും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കണം. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ അവിടെ വായിക്കുന്നു: അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. 5-ാമത്തത് വിലയേറിയതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് വിലയേറിയ വാഗ്ദത്തം എന്നുള്ളതാണ്. വിലയേറിയ വാഗ്ദത്തം. 2024 എന്നൊരു പുതിയ വർഷത്തിന്റെ പ്രാരംഭ മാസത്തിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. പിന്നിട്ടതായ ഒരു വർഷം, അല്ലെങ്കിൽ പിന്നിട്ടതായ ചില വർഷങ്ങൾ, നമ്മളൊക്കെ സാധാരണഗതിയിലൊക്കെ പലപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു പദമാണ്, ദൈവം ചില വാഗ്ദത്തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ വാഗ്ദത്തം എല്ലാം ചില ഭൗതികതയിൽ കേന്ദ്രീകരിച്ചാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. സ്തോത്രം. അത് വേണ്ടെന്നല്ല, അതിനെ ഞാൻ നിഷേധിക്കുന്നുമില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വാഗ്ദത്തം ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്തം ഏതാണ്? അത് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കും: ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. സ്തോത്രം. പ്രിയരെ, ഇന്ന് രാത്രികാലം ഓർക്കുക, ഈ മഹത്തായ വാഗ്ദത്തേക്കാൾ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഏത്? നിത്യജീവൻ എന്ന് പറയുന്ന വാഗ്ദത്തം. സ്തോത്രം. ഈ ലോകത്തിൽ ഭൗതികമായിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണം, അത് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ അത് നിറവേറുമ്പോഴും ഈ നിത്യജീവൻ എന്ന് പറയുന്ന വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, നമുക്കത് ജീവിതത്തിൽ സ്വീകരിപ്പാൻ കഴിയാതെ വന്നെങ്കിൽ, ആ വാഗ്ദത്തത്തിലേക്ക് എത്താതെ പോയാൽ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കൊണ്ടും ഭൗതികമായിരിക്കുന്ന വാഗ്ദത്തം കൊണ്ട് എന്താണ് നമുക്ക് ലാഭമുള്ളത്? എന്താണ് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ അർത്ഥം എന്ന് പറയുന്നത്? ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഈ വാഗ്ദത്തെക്കാളെല്ലാം ഉപരിയായിട്ട് ഒരു നിത്യജീവൻ എന്ന് പറയുന്ന വാഗ്ദത്തം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതിലേക്കുള്ള ഒരു പ്രയാണമാണ് നമ്മൾ ഈ ഭൂമിയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാപിച്ച വിശ്വാസത്തെ തള്ളിക്കളയാതെ, പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും വിശ്വാസം വിട്ടോടേണ്ടതായ ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ആത്മീക ചുറ്റുപാടും കടന്നു വരുമ്പോഴും നമ്മൾ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ: ഈ അതിമഹത്തായ നിത്യജീവൻ എന്ന് പറയുന്ന വാഗ്ദത്തം എനിക്ക് പ്രാപിക്കണം. ആ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ വിലയേറിയ രക്തം നൽകി വീണ്ടെടുക്കുവാനിടയായി തീർന്നത്. മാത്രമല്ല, ഹല്ലേലൂയ, വിലയേറിയ കല്ലുകളാക്കി ദൈവം നമ്മളെ മാറ്റിയത് ഈ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിലയേറിയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ഈ വിലയേറിയ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ പഴയ നിയമ ഭക്തന്മാരെല്ലാം നമ്മൾ എടുത്തു നോക്കുക. അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ളതായ ഭക്തന്മാരെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, അവരെല്ലാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയവരല്ല, അവർ തളർന്നു പോയവരല്ല,
അവരെല്ലാം വിജയികളായി മാറിയവരാണ്. അവൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും അതേ ആശയത്തോടാണ് പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആമേൻ, ഹല്ലേലൂയ. ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ മഹത്തായ ആ നിത്യജീവൻ എന്ന വാഗ്ദത്തം തന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെന്നുള്ളതായ ആവേശവും അവൻ തന്റെ ജീവിതത്തിലെ വലിയ ലക്ഷ്യവുമാണ് പൗലോസ് അവിടെ വിവരിക്കുന്നത്. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ നിമിഷം വരെയും നമ്മൾ കേട്ട ദൈവവചനത്തിന്റെ ചിന്തകൾ 1-2 സെക്കൻഡ് ഒന്ന് ധ്യാനിച്ചാട്ടെ. എന്താണ് നമ്മൾ ഈ ലോകത്തിൽ വലിയൊരിതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മുടെ ജീവൻ വലിയൊരിതായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ വലിയൊരിതായിട്ട് കാണാറുണ്ട്. നമുക്കുള്ളതെല്ലാം നമ്മൾ വലിയേറിയതായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിനേക്കാൾ ഒരു പടി കടന്നിട്ട് ഞാൻ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം വലുതെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന പരിശോധന അത് വലുതെന്ന് തിരിച്ചറിഞ്ഞ് ആ പരിശോധന ഏറ്റെടുക്കുവാൻ സ്വീകരിപ്പാൻ നമ്മൾ എത്ര പേര് ഒരുക്കമാണ്? അത് രോഗമായിട്ടായിരിക്കാം, ഒരിക്കലും ഹല്ലേലൂയ നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയായിട്ട്, ഒരു തിരമാല പോലെ, വലിയ കാറ്റ് പോലെ നമ്മുടെ വിശ്വാസത്തിന് വീഴ്ച കളയുന്ന പ്രതിസന്ധിയായിട്ട് കടന്നു വരുമ്പോഴും അത് സ്വീകരിപ്പാൻ നമ്മൾ എത്ര പേര് തയ്യാറാണ്? സ്തോത്രം. ഇന്ന് രാത്രിക്കാൽ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില നമ്മളൊന്ന് മനസ്സിലാക്കാം. ഓമന കുമാരനായ യേശു കർത്താവിനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ച് തന്റെ രക്തം മറുവിലയായി നമുക്ക് തന്ന് നമ്മെ വീണ്ടെടുത്ത് ഹല്ലേലൂയ നമ്മളെ ശ്രേഷ്ഠ പദവിയുള്ളവരാക്കി മാറ്റിയ ആ കർത്താവ്, ഹല്ലേലൂയ. തീരുന്നില്ല, ഹല്ലേലൂയ. വിലയേറിയ കല്ലുകളാക്കി നമ്മളെ എണ്ണി നമ്മളെ അതിനുവേണ്ടി മാറ്റി ഒരു ശ്രേഷ്ഠ ആത്മീയ ഗ്രഹമാക്കിയ ദൈവം നമ്മളെ പണിയുവാനിടയായി തീർന്നു. വിലയേറിയ വിശ്വാസത്തിന്റെ ഉടമകളാക്കി നമ്മളെ ഈ ഭൂതലത്തിൽ ഇന്നും ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ നഷ്ടപ്പെടുത്തി കളയരുതേ. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് ആ വിലയേറിയ നിത്യജീവൻ എന്ന് പറയുന്ന മഹത്തായ വാഗ്ദത്തത്തെ നമ്മൾ ഒരിക്കലും കൈമോശം ചെയ്യുവാൻ ഇടവരാതെ അന്ത്യം വരെയും പൗലോസിനെ പോലെ ഹല്ലേലൂയ വിശ്വാസ വീരന്മാരെ പോലെ നമ്മൾ ഈ അവധിയിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ ഇന്ന് രാത്രി നമ്മൾ തയ്യാറുള്ളവരായി മാറട്ടെ. ആകയാൽ വിലയേറിയ വാഗ്ദത്തമായിരിക്കുന്ന നിത്യജീവനെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ഈ ലോകത്തിൽ നഷ്ടമായി പോകേണ്ടത് പലതും നഷ്ടമാക്കി കളയുവാൻ തയ്യാറായിക്കൊണ്ട് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമേറിയതായി ഞാൻ കാണുന്നത് ആ നിത്യജീവനാണ്. ഹല്ലേലൂയ. അത് ഞാൻ പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിൽ കേട്ട ദൈവവചനത്തിന്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രിയിലും ഇങ്ങനെ ഒരു സന്ദേശത്തിന് അവസരം നൽകിയതായ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയറിന്റെ ഭാരവാഹികൾ വിശേഷിയാൽ സൗത്ത് സോൺ ഡയറക്ടർ പാസ്റ്റർ ഡെബിനുള്ളതായ നന്ദിയും അതുപോലെ തന്നെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ ദൈവദാസന്മാരുടെ നന്ദിയും ഈ തന്നത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹീതമായ ഒരു ദൈവിക സന്ദേശം നമുക്ക് കേൾക്കുവാനിടയായി. പ്രൈസ് ലോർഡ്. 1 പത്രോസ് 1:7 അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മുടെ പരിശോധനകൾ, വിശ്വാസത്തിന്റെ പരിശോധനയിൽ എന്തെല്ലാം വരുന്നു? ഹല്ലേലൂയ. നമുക്ക് വിലയേറിയ പരിശോധന, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം, ഹല്ലേലൂയ, സ്തോത്രം. വിലയേറിയ കല്ലുകളാൽ നമ്മളെ ആത്മീയ ഗൃഹമായി പണിയപ്പെട്ടിരിക്കുന്നു. വിലയേറിയ വിശ്വാസാൽ നമ്മെ നിലനിർത്തുന്നു. നിത്യജീവൻ എന്ന വിലയേറിയ വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അബ്രഹാമിനെ വിശ്വാസത്തിൽ പരീക്ഷിച്ചു, അനുസരണയിൽ പരീക്ഷിച്ചു, ഇയ്യോബിനെ പരീക്ഷിച്ചു. പരിശോധനയിൽ അവർ നിലനിന്നു. ദൈവസേനയിൽ അവർക്ക് വിജയിക്കുവാനായിട്ട് ഇടയായി. അനുഗ്രഹീതമായ ദൈവിക സന്ദേശം ഇന്ന് രാത്രികാലം നമ്മളെ കേൾപ്പിച്ച പ്രിയ ഡെവിഡ്സൺ പാസ്റ്ററോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. തന്റെ ശുശ്രൂഷകളെ ദൈവം ധാരാളമായിട്ട് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച ആശീർവാദം പറയുവാനായിട്ട് നമ്മുടെ മെന്റർ ആയിരിക്കുന്ന MS എബ്രഹാം പാസ്റ്ററെ ക്ഷണിച്ചു. ഹല്ലേലൂയ. നമ്മളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കും ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയറിന്റെ ആഭിമുഖ്യത്തിൽ കർത്താവേ, ഈ രാത്രിയിൽ നടന്നതായിരിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. വർഷിപ്പിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ആരാധനയുടെ അധ്യക്ഷനായിരിക്കുന്ന ദേവദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവം പിന്നെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഗാനങ്ങൾ കർത്താവെ ആലപിച്ച ദൈവദാസൻ കുടുംബത്തിനുമായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഓരോരുത്തരുടെയും വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഈ മിനിസ്ട്രിയെയും വീണ്ടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദേവസ്വൻ പാസ്റ്ററെ ദൈവം ഇന്ന് രാത്രിയിൽ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വിലയേറിയ വിശ്വാസത്തെക്കുറിച്ചും കർത്താവെ ഹല്ലേലൂയ വിശ്വാസത്തിലുണ്ടാകുന്ന പരിശോധനയെക്കുറിച്ചും കർത്താവെയൊക്കെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തള്ളിക്കളഞ്ഞ കർത്താവെ കല്ലിനെ മൂലക്കല്ലാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. കർത്താവെ ഒരു ബഹുമാന്യതയും പറയുവാനില്ലായിരുന്നു ഞങ്ങളെയും കർത്താവെ ഹല്ലേലൂയ ആത്മീയഗ്രഹമായി ഒന്നിച്ചു പണിയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിത്യജീവനെ കർത്താവെ ഹല്ലേലൂയ നഷ്ടമാക്കാതെ കർത്താവെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നവരായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും അവർക്കുണ്ടായ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. എല്ലാ നിലയിലും അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ ഈ കർത്താവെ സ്തോത്ര മിനിസ്ട്രിയുടെ പ്രസിഡന്റായിരിക്കുന്ന സ്ത്രീയാനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവയ്ക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടും ഇന്നത്തെ ദൈവജന കേൾവിയോടും ദൈവജനം പ്രസംഗിച്ച ദൈവദാസനോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന തോമസ് ചെറിയാനങ്ങൾ മേരിക്കുട്ടി ആന്റിക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ദൈവവചനം അനുഗ്രഹീതമായ ദൈവീയ സന്ദേശം നൽകിയ ഡേവിഡ്സൺ പാസ്റ്ററും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യാൽ അനുഗ്രഹീത